റായത്തെ പള്ളി ബാപ്പ ഒന്നാമത്തെ സ്ഥാനത്തിൽ കിട പള്ളി, ജുമാഅത്തുക്കും ജമാഅത്തുക്കും ഒന്നാമത്തെ സ്ഥാനത്തിൽ കിട പള്ളി, ഉസ്താദിന്റെ വാളുക ഒന്നാമത്തെ സപ്പുലിക്കിട അയാൾ പള്ളിയിൽ. നിസ്കാരെല്ലാം കഴിഞ്ഞിട്ട് ജണ്ടറൊക്കെ ജണ്ട് ദ്വാവും കഴിഞ്ഞാൽ പിന്നെ ഉസ്താദിന്റെ വാളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് കിടയില പള്ളിയുടെ ഇഞ്ഞു കൊണ്ട് പാടെ അസർ ബാങ്കാവുടെ സന്ദർഭത്തിൽ വന്ന് പള്ളിക്കെത്തി. പിന്നെ പോയെങ്കിൽ മഗ്രിബിടെ കാണാൻ മുന്നിൽ വന്നിട്ട് പള്ളിക്കെത്തി. ഇന്നും പോയെങ്കിൽ ഇശാ ബാങ്കാമത്തേക്ക് പള്ളിക്കെത്തി. പിന്നെയും പോയെങ്കിൽ സുബഹി ബാങ്ക് കാണാൻ മുന്നിൽ പള്ളിക്കെത്തി. ബാപ്പയുടെ അവസ്ഥ അങ്ങനെ. അൽഹംദുലില്ലാ. മോണു 4-5 മക്കൗത്തിൽ ഇന്നിട്ടും പള്ളിയുടെ പരിസരത്തിൽ ഇന്നിട്ടും സമയത്ത പള്ളിക്ക് കൊണ്ട് ക്രമയില്ല. ഞങ്ങളെ പാലക്കാർ വാക്കാം എന്ത് ഇങ്ങനെ ആയിട്ട് ചെന്നിട്ട് ആലോചനാക്കണ അഗത്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മൾ കേൾക്കടാ, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അഫഹസിബതും നിങ്ങൾ പേരിച്ചോണ്ടുള്ളറാ അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെ നിങ്ങൾ വെറുതെ അങ്ങനെ പഠിച്ചു വിട്ടേ. ചൈനത്തെ ടോയ്സ് പോലെ അങ്ങനെ പഠിച്ചു വിട്ടേ. യൂസ് ആയെങ്കിൽ അവിടെ അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞെങ്കിൽ വലിയ നഷ്ടമാകുന്നില്ല. അങ്ങനല്ല ചൈനത്തെ ഈ കളിക്കട മക്കളെ കയ്യിലുള്ള കളിക്കുകളുടെ ഐറ്റംസ് എല്ലാം കൊടുക്കുക. 2 വർഷം 3 വർഷം 4 വർഷത്തെ മക്കളിലുള്ള കളിക്കുകളുടെ ബൊമ്പെല്ലാം കൊടുത്തു കണ്ടെങ്കിൽ അത് പൊളിച്ചിട്ട് പൊളിഞ്ഞിട്ട് സർവനാശ കുടിച്ചുള്ള ഉദ്ദേശത്തിൽ ആ നീയത്തോടു കൂടെ ആയിട്ട് ബാപ്പയും ഉമ്മയും ബൊമ്പ എടുത്തിട്ട് കൊടുക്കണമെങ്കിൽ അല്ലേ പൊളിക്കട അവൻ സുബയാമത്ത് കതിക്കല്ലാണ്ട് കൊന്തുണ്ട് ഉമ്മക്കും ബാപ്പും. ആയെങ്കിൽ 400 500 600 രൂപ കൊടുത്താൽ ടോയ്സ് എടുത്തിട്ട് കൊടുക്കും. എന്തേ അത് വെറുതെക്കും പഠിച്ചു അങ്ങനെ വേണ്ടി വേരിച്ചിടാറാ നിങ്ങ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ ഞങ്ങളെ മുട്ട തിരിച്ചു വിളിക്കുകയില്ലാണ്ട് ചെന്നിട്ട് പേരിച്ചിട്ടുള്ളറാ, നിങ്ങൾ മരിക്കുകയില്ലാണ്ട് പേരിച്ചിട്ടുള്ളറാ, നിങ്ങൾ നാളെ ഖബറിയെത്തുകില്ല ചെന്നിട്ട് പേരിച്ചിട്ടുള്ളറാ, മലക്കുൽ മൗത്ത് നിങ്ങളെ മുട്ട പണ്ടില്ലാണ്ട് പേരിച്ചിട്ടുള്ളറാ, സ്വർഗത്തെയും നരകത്തെയും നോക്കുകയില്ല ചെന്നിട്ട് പേരിച്ചിട്ടുള്ളറാ. മുന്നോത്തത് പോലെയല്ല ഞങ്ങളെ റായത്തില് ഞങ്ങളെ ഔത്തിലിന്റെ മക്കളുടെ ചെറിയക്കട സന്ദർഭത്തില് ഉമ്മ ബാപ്പ ദീനി പ്രജ്ഞ ആളായിട്ടിന്ന കാലത്തില് ഔത്തുലു ബയറുക ബയത്ത് നിറോടി തിന്നുകില്ലാണ്ട് കണ്ടെങ്കിൽ മൗത്തുല നെമ്മതിയന്ത് സന്തോളയന്ത്. അതേപോലെ ഔത്തുല ദാരിദ്ര്യം ഉണ്ടുകൊണ്ട് കണ്ടെങ്കും ഔത്തുല പട്ടിണിന്നെ ഉണ്ടുകൊണ്ട് കണ്ടെങ്കും ബയർന്നോടി തിന്നുകില്ലാണ്ട് കണ്ടെങ്കും കഷ്ടപ്പാടില്ലാണ്ട് കണ്ടെങ്കും മനസ്സിക്ക് നെമ്മതിയന്ത്. പണ്ടത്തെ കാലം അങ്ങനെ സുന്ദരമായ അകയില്ല മനുഷ്യക്ക് ദൈക്കുള്ള വ്യവസ്ഥയില്ലാണ്ട് ഇടകു നല്ല നല്ല ഡ്രസ്സിന്റെ വ്യവസ്ഥയില്ല പണ്ട്. അതേപോലെ ബയർന്നോടി തിന്നുക ആഹാരമില്ല പണ്ട്. അതേപോലെ ഉണ്ട് ഒരു റായത്തിൽ അവയത്ര ഉണ്ട് ഔത്രക്കാണയാറ ഹോസ്പിറ്റൽ ഉണ്ട്. ഈ ഉമ്മത്തിൽ യക്ഷനംസ ജനസംഖ്യ ഉള്ളത് ഏതെങ്കിലും ഗവൺമെന്റും പ്രൈവറ്റുമായിട്ടുള്ള ഹൈഫൈ അതേപോലെ ഹോസ്പിറ്റലിലും അതേപോലെ എന്നും ഗതിയില്ലാത്ത ഹോസ്പിറ്റലും എല്ലാ ഹോസ്പിറ്റലിലും നിങ്ങളെ ഉമ്മത്തിലെ ആളുമാർ നിങ്ങളെ സമുദായത്തെ ആളുമാർ നിറഞ്ഞോണ്ടുള്ളർ. റായത്തിൽ ഔത്തുൽ ഇന്നതിരെ കാണയാറ് ആളുമാർ ഹോസ്പിറ്റലിലുള്ളർ. ഇങ്ങനെ എങ്ങനെ എത്തിയിട്ട് ചെന്ന് ചെല്ലതൊക്കെ നിങ്ങൾ ഉത്തര കണ്ടുപിടിക്കലായ അത്യഗത്യം ഉണ്ടെന്ന് ആലോചനാക്കിയുള്ളൂ. അതല്ല വിഷയ മനുഷ്യരെ അണ്ട് എന്തിന്നില്ലെങ്കും പട്ടിണിന്നെങ്കും കഷ്ടപ്പാടിന്നെങ്കും ദാരിദ്ര്യന്നെങ്കും നയിപ്പില്ലാണ്ട് കണ്ടെങ്കും മനുഷ്യക്ക് നെമ്മതിന്റെ ചാവുക വേഗ ഉറങ്ങിയോണ്ടിന്നറ് സ്വവേഗ വേഗ എണിച്ചോണ്ടിന്നാറ് ഇണ്ട്. അല്ലാ ഞങ്ങളെ മക്കൾക്ക് റമളാനിലെ സമയത്ത് പൈക്കറ ക്രമയില്ല. റമളാനിലെ സമയത്ത് ഞങ്ങളെ മക്കൾക്ക് പൈക്കറ ക്രമയില്ല. പൈക്കറേണ്ട് ചെല്ലടർ എന്തിരെ പൈക്കടേണ്ട് ചെന്നിട്ട് ഗുന്തില്ല. ഞങ്ങളെ മക്കൾക്കും തിന്നുക ധാരാളം ആഹാരത്തെ വ്യവസ്ഥ ഞങ്ങളെ മുട്ടത്തിലുണ്ടോ? അതേപോലെ ഉറങ്ങുന്ന കിടക്കുന്ന സകലമാന സൗകര്യം ഉണ്ട് ഞങ്ങളെ ഔത്തുള്ളോ. ഇടകു ഡ്രസ് പേണായത്ര പടചതമ്പുരാന് ഞങ്ങൾക്ക് അനുഗ്രഹ തന്നിറ. എല്ലാ സവളത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിറ. 300 റായത്തെ 200 റായത്തുക്ക് കിലോമീറ്റർ കട്ടര 10 കിലോമീറ്റർ 15 കിലോമീറ്റർ 20 കിലോമീറ്റർ 50 കിലോമീറ്റർ സമയത്ത് നടന്നതുണ്ട്. ഈ റായത്തിനുടെ പരിസരങ്ങളിലൊന്നും നോക്കിയുള്ളവരോളാ ഉപ്പിനങ്കടിക്ക് പോണെങ്കിൽ നടന്നുകൊണ്ട് പോകണോ, കടപ്പത്തേക്ക് പോണെങ്കിൽ നടന്നുകൊണ്ട് പോയിട്ടിന്നൊരു കാല, മൈക്കാലത്തേക്ക് സമയത്ത് നടന്നുകൊണ്ട് പോയിട്ടിന്ന കാല. അങ്ങനെ ഇക്കടെ സന്ദർഭത്തിൽ ഇപ്പുറത്തെ ഔത്തിനട് അപ്പുറത്തെ ഔത്തുക്ക് പോണെങ്കിൽ നടക്കണ്ട വാഹനത്തെ സൗകര്യ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൗകര്യവും സവലത്തും നമുക്ക് തന്നിട്ടിന്നിട്ടും സമയത്ത് ഇണ്ട് മനുഷ്യക്ക് നെമ്മതിച്ചളുടെ ബസ്തില്ല.
ജാവുക ഉറങ്ങെങ്ക് ഉറക്ക് പണ്ടില്ല ടെൻഷന്റെ മേളിൽ ടെൻഷന് സുബി ഗണിച്ചിട്ട് പിന്നെ മോന്തിയാവിടെ ഇടലതിരക്കാലം പിരതല വെച്ച വ്യവഹാരത്തെ ജാഗക്ക് പോയെങ്ക് നൈക്കട ജാഗക്ക് പോയെങ്ക് കുടുംബത്തങ്ങളവിടേക്ക് പോയെങ്കിൽ ഏത് ജാഗക്ക് പോയി ഒന്നല്ലെങ്കിൽ ഒന്നര മേളിൽ സമസ്യ തീറുകില്ല. ഈ രൂപത്തിൽ വ്യവസ്ഥ ആയിട്ട് ഇവിടെ പ്രതി ഒരു മനുഷ്യകുമുള്ളത് എന്തുകൊണ്ടുകൊണ്ട് തെരിയണ. ഒന്നാമത് പണ്ടത്തത് പോലെ ഈമാന് ഞങ്ങളെ മുട്ടത്തിൽ ഇല്ലാത്തത് അണ്ട് അങ്ങനെയല്ല. അള്ളാഹു താല തന്നത് തെല്ലെങ്കിൽ തെല്ല് ഇന്നതിൽ അന്ന് തൃപ്തിപ്പെട്ടോണ്ടിന്നത് ഇണ്ട്. അങ്ങനല്ല എന്ത് കിട്ടിയെങ്കും മനുഷ്യക്ക് മയ്യാവില്ല. വേറെ നിറഞ്ഞെങ്കും പിന്നെ പൈക്കിടത് പോലെ ഇന്നും തിന്നടാ. ഡ്രസ് ഇന്നെങ്കും പിന്നെയും ഡ്രസ് എടുക്കടാ. വാഹനത്തെ സൗകര്യം അത് വർഷത്ത് കുറുക്കമാ തിങ്കൾ കുറുക്ക ബദലാവണാക്കിയോണ്ടിക്കടാ. ഔത്രബിസമാ ചന്തത്താക ഇന്നെങ്കും വെറുതകും പൊളിച്ചിട്ട് റിപ്പയറാക്കിയോണ്ടിക്കടാ. ഇങ്ങനത്തെ അവസ്ഥയുണ്ട് ഞങ്ങൾ റായത്തിലേറെ. എന്ത് കിട്ടിയെങ്കും മൈ ചെന്നിട്ടില്ല. അതുകൊണ്ട് പ്രമുഖ കാരണ ഞങ്ങൾ എപ്പോഴും ഞങ്ങളെ കാണ കീഴിടങ്ങളെ നോക്കിട ക്രമയില്ല. ആരോഗ്യ ഇന്നവണ് സീക്കട നോക്കിട ക്രമയില്ല. അക ഇന്നവണ് അക ഇല്ലാത്തവണ നോക്കിട ക്രമയില്ല. ഉമ്മ ബാപ്പ ഇന്നവണ് ഉമ്മ ബാപ്പ ഇല്ലാത്ത എത്തിയവിടെ നോക്കിട ക്രമയില്ല. ഞങ്ങളെ കാണ കീഴിട നോക്കാണ്ട് എപ്പോഴും ഞങ്ങളെ കാണ വലിയങ്ങളെ മേളിടങ്ങളെ നോക്കിക്കൊണ്ടിരിക്കണത്. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെല്ലിടതാ. നീന് യതീം മക്കളെ സഹായിക്കണോ, വിധവയുടെ സഹായിക്കണോ, അകയില്ലാത്ത ഔത്ര വ്യവസ്ഥയാക്കി കൊടുക്കണോ, പട്ടിനുന്നോടൊണക്ക് വയറു നിറക്കുന്ന പ്രയത്നാക്കണോ, ഡ്രസ്സില്ലാത്തവർക്ക് ഡ്രസ്സ് കൊടുക്കുന്ന വ്യവസ്ഥ ആക്കണോ, ഇതെല്ലാം രോഗിമാരെ സന്ദർശനക്കണോ, മയ്യത്ര അനുഗമിക്കണോ, മയ്യത്ര അന്ത്യക്രിയത്തിലുള്ള പാൽകൊള്ളണോ, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചിലട് ഇങ്ങനത്തെ ഒരു സൊറാക്കിയെങ്ക മനുഷ്യയുടെ നിലയും ബലയും ഗുന്താവിടും. മരിച്ച മയ്യത്ത് കാണുമ്പോഴത്തേക്ക് ഹയാത്തിന്നവടും മൈ മരിച്ച മയ്യത്ര നോക്കുമ്പോഴത്തേക്ക് പടച്ചറബ് നന്റെ നീന് മരിപ്പാട്ടില്ലല്ല അല്ലാ അൽഹംദുലില്ലാ. അവണതാ വിട്ടുപോണ്ട സന്ദർഭത്തിൽ പെഞ്ഞി പുൽപിട്ടോണ്ടുള്ളത്, അവണ് വിട്ടുപോണ്ട സന്ദർഭത്തിൽ മക്ക പുൽപോട്ടോണ്ടുള്ളത്. മക്ക കേക്കിട റബ്ബേ ബാപ്പു പോയിട്ട് ഇന്ന് നമുക്ക് ആറ് അല്ലാ പെഞ്ഞിയായുള്ളൂ മരളിതിച്ചിട്ട് യുദ്ധത്തിൽ ഇതിച്ചിട്ട് പുൽപിട്ടോണ്ടുള്ളത്. പടച്ചവനെ ഇണ്ടത്തോളം എൻ്റെ വീട്ടിക്ക് ചിരിച്ചോണ്ട് കളിച്ചോണ്ടിന്ന് എൻ്റെ ബിരുസത്തെ മാപ്പിള എന്തെങ്കിലും ഉഷാറില്ലെങ്കിൽ മാപ്പിളുടെ ചെന്നെങ്കിൽ വ്യവസ്ഥ ആക്കിയോണ്ടിന്ത്. ഡ്രസ്സ് വേണ തിന്നുക വേണ മാപ്പിളുടെ ചെന്നെങ്കിൽ വ്യവസ്ഥ ആക്കി തന്നോണ്ടിന്ത്. ഇണ്ടിൽ പിന്നെ ആറിൽ ചെല്ലിട്ട് അല്ലാ നന്റെ അകത്യത്തിക്കും നന്റെ സന്തോഷത്തിക്ക് വേണായിട്ട് ആരമുട്ട കൈ നീട്ടണു റബ്ബേ. അങ്ങനെ പെഞ്ഞയായോള് പുൽപിട്ടോണ്ടുള്ളത്. മക്കൊരു ഭാഗത്തിൽ പുൽപിട്ടോ മങ്ങിലാവുക പോണ്ട പാലക്കാർത്തി പെണ്ണുള്ളത്. മങ്ങിള നിശ്ചയിച്ച് വീച്ചറ് പടച്ചവനെ അവളെ കണ്ണിട തന്നെ ഒളിപ്പാടിനോ പടച്ചറബ്. എല്ലാ പെണ്ണുമക്കളെയും അങ്ങളെ ബാപ്പന്മാർ കൈനീട്ട സന്ദർഭത്തിൽ നക്ക് കൈനീട്ടു ബാപ്പ ഇല്ലാണ്ടായി തല്ല റബ്ബേ ചെന്നിട്ട് അവളും കണ്ണിട തന്നി ഒളുകുപാട്ടി ഓണ്ടിക്കുമ്പോത്തുക അല്ലോ നാണ് ഭാഗ്യവന്ത റബ്ബേ. നാണിന്നും ഹയാത്തുള്ളല്ലേ അല്ലാ. മരിക്കട കാണും ഒന്നുള്ള നല്ല സൊറാക്കട തമ്പുരാനെ നന്റെ പെഞ്ഞി പൊരുത്തപ്പെട്ട മാപ്പിള ആവണമെന്നാണ്, നന്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ബാപ്പയാവണമെന്നാണ്, നന്റെ നിരക്കരടങ്ങൾക്ക് എല്ലാവർക്കും പൊരുത്തപ്പെട്ട എല്ലാവർക്കും കൊസി കൊടുക്കട പോലത്തെ ആളാവണമെന്നാണ്. അങ്ങനെ ഒരു മയ്യത്ര കാണ്ട സന്ദർഭത്തിൽ നനപ്പ് പണ്ട് ആ മരിച്ചവന്റെ ബിസിയെ നനപ്പാക്കുമ്പോത്തു അല്ലാഹുവേ നക്കങ്ങത്തൊരവസ്ഥ വന്നില്ലല്ല റബ്ബേ. നിന്റെ പെഞ്ഞി മക്കൊക്കെ അങ്ങത്തൊരവസ്ഥ വന്നില്ലല്ല റബ്ബേ. ഇങ്ങനെ ചിന്തന പറഞ്ഞു ഒരു മനുഷ്യ മരിച്ചെങ്കിൽ അവിടെ നല്ലാവുന്ന തെറുമയ്യത്ര അനുഗമിക്കടത്. ആ കബർ കാണുമ്പോൾ നനപ്പാക്കണം റബ്ബേ. ബഡ്ഡിയും കള്ളത്തനവും കള്ളത്തനത്തെ വ്യവഹാരവും ബാണ്യത്തിൽ വഞ്ചനയും കാഞ്ചവും കള്ളുകുടിയും വ്യഭിചാരത്തെ കഥയുണ്ട് ചിലയുടെ അകത്തില്ലല്ലോ റബ്ബ്. അതെല്ലാം ഇന്ന് മുങ്ങി കുളിച്ചോണ്ട് പ്രത്യേകം ഈ മുസ്ലിം സമുദായത്തിലുണ്ട് ഓപ്പൺ ചെല്ലക്ക് ചങ്കയാവടോ. ഈ രൂപത്തിൽ ഇക്കട സന്ദർഭത്തിൽ ഖബറിൽ നിന്ന് ചിമ്മ കാണുമ്പോഴത്തേക്ക് തലക്ക് പോണു അല്ലാ. ഈ ചിമ്മ നക്കും ഒരു നാള് പറകുള്ളത്, ഈ മീസാന് കല്ല് നക്കൊരു നാള് കുത്തിവയ്ക്കുള്ളത്, ഈ മൂട് കല്ല് നക്കും ഒന്നു അതേപോലെ ഈ മൂട് കല്ല് നക്കും ഒരു നാള് മുച്ചിവയ്ക്കുള്ളത്. പടച്ചവനെ
നാണ് ഉമ്മയുടെയും ബാപ്പയുടെയും ശപിക്കപ്പെട്ട മോണായിട്ട് കുടുംബത്തെങ്ക് ശാപവിക്കട മോണായിട്ട് നിരക്കരടങ്ങളെ മുട്ടത്തിൽ ശപിക്കപ്പെട്ടവനായിട്ട് പ്രായത്തെങ്ങ കണ്ടവണും പരിചയുന്നവണും ഇല്ലാത്തവണും ആണും പെണ്ണും പ്രതിവൃത്തവും ചൊല്ലുക തുടങ്ങട. അവണു കാഞ്ചത്തവണോ, അവണ് വ്യഭിചാരിയായവണോ, പെണ്ണിടെ പിറകളുള്ളവണോ, അവണ് കള്ളു കുടിക്കിടവണോ, അവണ് ബഡ്ഡി വ്യവഹാരാക്കിടവണോ, ഫൈനാൻഷ്യൽ ബഡ്ഡിയുടെ വ്യവഹാരാക്കിടവണോ, അവണ് കക്കിടവണോ, ഈ രൂപത്തിൽ കളവ് ചെല്ലടവണോ, നിസ്കരിക്കാത്തവണോ ചെല്ല ബെടക്ക് പേരെന്നാണ്. ആ ബെടക്ക് പേരിൽ മുങ്ങിക്കുളിച്ചോണ്ടിക്കൊണ തമ്പുരാനേ. മരിച്ചൽ പിന്നെയും നന്റെ ആളുമാർ നന്റെ നന്റെ നല്ല ചെല്ലണ്ടേ അല്ലാ. ഇങ്ങനത്തെ ഒരു ചിന്ത ഖബർ കാണുമ്പോഴത്തേക്ക് ഞങ്ങളെ കൽബുക വന്നില്ലെങ്കിൽ മയ്യത്ത് കട്ടിൽ ഉദ്ദാക്കുമ്പോഴത്തേക്ക് അതൊക്കെ കൈ കൊടുക്കണോണ്ട് പരിശുദ്ധ ഇസ്ലാം വെറുതെ ചെല്ലടതില്ല. അതിൽ നിന്റെ നിന്റെ ആളുമാർ നിന്റെ ആളുമാരെ ഉദ്ദാക്കി നടക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവേ ഇതുപോലെ ഒരാളുമാർ നിന്റെ ഉദ്ദാക്കട ഒരു നാള് കട്ടില്ല, ഈ കട്ടിലെ മേൽ നാണും കിടക്കട ഒരു നാള്. ഈ ചിന്തന ഞങ്ങളെ കൽബുടെ ഉൽഗത്തിൽ പറഞ്ഞോ. യതീമക്കളെ സഹായാക്കുക വെറുതെ ചെല്ലതല്ല. പടച്ചവനെ ആറാ സഹായിച്ചിട്ട് യതീമക്കളെ ബൽത്ര പോലത്തെ പരിസ്ഥിതി നന്റെ കിടാവ് ഉണ്ടാവല്ലേ അല്ലാ. വിധവമാർക്ക് സഹായാക്കട സന്ദർഭത്തിൽ പടച്ചവനെ ഇതുപോലത്തെ പരിസ്ഥിതി നിന്റെ പെഞ്ഞൈ കൊണ്ടാവുക തീര തമ്പുരാനെ. അള്ളാഹുവേ റായത്തിൽ നിന്ന് പാവത്തെ ദരിദ്രന്മാരെ സഹായാക്കട സന്ദർഭത്തിൽ അള്ളാഹുവേ നക്ക് വേണമായിട്ട് ബാക്കിടങ്ങ ഈ രൂപത്തിൽ സഹായാക്കട പോലത്തെ പരിസ്ഥിതി ഉണ്ടാക്കണ്ട തമ്പുരാനെ. അകയില്ലാത്തവർക്ക് അക കെട്ടി കൊടുക്കട സന്ദർഭത്തിൽ ഞങ്ങളെ കൽബിൽ പറഞ്ഞു പടച്ച റബ്ബേ ഇതുപോലെ ആരോ അക കെട്ടിട നിന്റെ പെഞ്ഞൈ മക്കൂ സന്തോളം കൊടുപ്പിട പോലത്തെ വ്യവസ്ഥ ഉണ്ടാക്കല്ലേ അല്ലാ. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം ചൊല്ല് നിന്റെ യന്ത്രമുണ്ടോ അത് ഇല്ലാത്തവന്റെ തെല്ല് നോക്കിയോ നീണ്. സമ്പത്തുണ്ടാ സമ്പത്തില്ലാത്ത പാവത്തവന്റെ നോക്കുന്നീണ്. ഞങ്ങൾ നീ പിരിസ കാട്ടുന്നീണ്. ആരോഗ്യ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിറടാ. ആരോഗ്യം ഇല്ലാത്തവന്റെ തെല്ല് നോക്കൂടാ. അള്ളാഹുവേ നക്ക് നീ സീക്ക് തന്നില്ല റബ്ബ്. നയിച്ച പൈസക്കും പോയിട്ട് ഹോസ്പിറ്റൽക്കും സ്കാനിങ്ങും ECGക്കും എക്സ്റേക്കും കൊടുക്കട പോലത്തെ പരിസ്ഥിതി നക്ക് തന്നില്ലല്ല റബ്ബ്. അൽഹംദുലില്ലാ. അതുകൊണ്ട് ഇസ്ലാം ചൊല്ലു രോഗിയുടെ സന്ദർശനാക്കള നിന്റെ ബല നിക്ക് കുന്താവിടോ. കൈയില്ലാത്തവണ്ട പോയി നോക്കുളാ. നിന്റെ കൈയുടെ പവർ നിക്ക് തരിട്. കണ്ണ് കാണാത്ത കുരുടടെ നോക്കുളാ. നിക്ക് അല്ലാഹു തആല തന്നെ കണ്ണുടെ ദൃഷ്ടി അല്ലാഹു നിക്ക് തന്നെ രണ്ട് കണ്ണുണ്ടല്ലേ അതിന് ബല നിക്കറുത്താവിടും. അതേപോലെ ഹാർട്ട് അറ്റാക്ക് ആയവുണ്ട് നോക്കുക. സുന്ദരമായ ഹാർട്ട് ഒരു ശബ്ദവും എടുക്കാണ്ടതിന് ഡ്യൂട്ടി ആക്കിയ ഹാർട്ട് ഉണ്ടല്ലോ അതിന് ബല നിക്കറുത്താവിടും. അങ്ങനെ പ്രതി ഒന്നും കാളില്ലാത്തവണ്ട് പോയി നോക്കുന്നേണ്. നിക്കല്ലാഹു താല തന്നെ ജണ്ട് കാരുടെ ബല കുന്താവിടും. നടുനമ്പളത്തിൽ എനിക്ക് തീരാട്ടെ കിടത്തത്തിലായവുണ്ട് നോക്കുന്നേണ്. നിക്കല്ലാഹു താല തന്നെ ആരോഗ്യത്തെ ബല അറുത്താക്കുന്നേണ്. ഇങ്ങനെ എപ്പോഴും ഞങ്ങളിൽ യന്ത്രമുണ്ടോ. ഇക്കടെ സന്ദർഭത്തിൽ ഞങ്ങളെ കാണാൻ എത്രത്തുകല്ല നോക്കണായത്. ഞങ്ങളെ കാണാൻ യാറെ ഇന്നങ്ങളെ നോക്കണായതല്ല. ഞങ്ങളെ കാണാൻ യാറെ സൗന്ദര്യം ഇന്നങ്ങളെ നോക്കണായതല്ല. ഞങ്ങളെ കാണാൻ യാറെ ആരോഗ്യ ഇന്നങ്ങളെ നോക്കണായത്. ഞങ്ങളിൽ ഇന്നതിനെ കാണ കൊറടി ഇന്നങ്ങളായിട്ട് കിടന്നങ്ങ് നോക്കണായത്. അങ്ങനെ നോക്കുമ്പോൾ ആത്മീയമായിട്ടുള്ള സംതൃപ്തി ഉണ്ടാവിടോ. ആത്മീയപരമായിട്ടുള്ള ഒരു കൊസ്യവും സന്തോളം ഉണ്ടാവിടോ. എല്ലാ ടെൻഷനും മറന്നു പോണ്ട് റബ്ബേ. ഞങ്ങളെ കാണയാറെ റാഹത്തിൽ നാണുള്ള ഞങ്ങളെ കാണയാറെ കൊസിൽ തന്റെ പെഞ്ഞൈമക്കുള്ള ചില ചിന്തകൾ ബുടുൽഗത്തിൽ പണ്ട് അതിനെ കാണ വലിയൊരു നെമ്മതി പ്രപഞ്ചത്തിൽ വേറെ കിട്ടുകയില്ല. നീണങ്ങനല്ല മനുഷ്യ. നിന്റെ കാണ ബലിയങ്ങൾ നോക്കുമ്പൊത്തുക എത്ര കിട്ടിയ നിക്ക് മയ്യാവുല്ലളാ. നിന്റെ കാണയാറെ ചന്ത ഇന്നങ്ങൾ നോക്കുമ്പൊത്തുക നിന്റെ കൽവിളിൽ നിന്ന് നഞ്ചി നിറഞ്ഞ നിരക്ക കുറുടിയാവുകില്ല. ടെൻഷൻ കുറുടിയാവുകില്ല. പെണ്ണുമക്ക നോക്കിയുള്ളൂ നിങ്ങ എപ്പോഴും അങ്ങളെ കാണാ ചന്തയില്ലാത്ത അങ്ങളെ നോക്കിയ ക്രമമില്ല. പെണ്ണുമക്ക ഒരു ബുദ്ധിയുണ്ട്. അങ്ങളെ കാണാൻ ചന്ത ഇന്നങ്ങളില്ലാത്ത നിങ്ങൾ നോക്കിയ ക്രമമില്ല. അങ്ങളെ കാണാൻ യാറെ ചന്ത നിങ്ങൾ ഒരു ടെൻഷൻ ആക്കിടെ പോ നോക്കുമ്പോഴത്തേക്കും കണ്ണട്ടിയുടെ മുട്ടത്തിൽ നിന്നിട്ട് ഈ തൊള്ളിയോട്ടി കിട ഓടിയും ഓടിയും ഞെക്കിയോണ്ടും ഓടിയും ഓടിയും പിഴിഞ്ഞോണ്ടും ഓടിയും ഓടിയും അവർക്കില്ല മെത്തിയോണ്ടും ചുണ്ടുകളിൽ ബ്രഷെല്ലാം കൊമ്പന്നിട്ട് പെയിൻറ്റിങ് ആക്കിയിട്ട് സോറ ചുണ്ടിക്കും ഓടുക്കും ലിഫ്റ്റിക്ക് കൈക്കും കാളുക്കും ഇന്നെല്ലാം പെയിൻറ്റിങ് ആക്കിയിട്ട് ഒരു മങ്ങിലത്തേക്ക് പോന്നിട്ട് കണ്ടെങ്കിൽ സ്വഭീകരിച്ചിട്ട് ഒരു മങ്ങിലത്തേക്ക് പോന്നിട്ട് കണ്ടെങ്കിൽ 10 ഗಂಟೆ പോണെന്ന് കണ്ടത്തോളം കണ്ണാടിയുടെ മുട്ട നിന്നിട്ട് അതിലാക്കിയിട്ട് നല്ല പുതിയ ഒക്കളാക്കട പോലെ ആക്കിയിട്ട് പോട്ടി. എന്തുക്ക് അവളെ കാണാൻ യാറെ ചന്തത്തെ അവളെ നോക്കിയിട്ടല്ലേ. അവളെ കാണാൻ യാറെ മേക്കപ്പിന്റെ അവളെ നോക്കിയിട്ടല്ലേ. അവളെ കാണാൻ യാറെ സൗന്ദര്യ ബെൽത്ത് അവളെ നോക്കിയിട്ടല്ലേ. അങ്ങനെ നാണും ആവണം. ഇതേ ടെൻഷൻ എത്ര ആളുള്ളവർ അങ്ങനെ ടെൻഷൻ. എന്തുകൊണ്ടിട്ട് ഇന്നതിൽ തൃപ്തിപ്പടകു തരില്ല. ഇല്ലാത്തങ്ങളെ കണ്ടിട്ട് കൊസി പടകും തരില്ല.
അല്ലേ? മാരക രോഗിയായിട്ട് കൈകാലില്ലാണ്ട് കിടത്തത്തിലായിട്ടുള്ള ഒരാളെ ആളെയും കണ്ടെങ്കിൽ അവന്റെ കണ്ടെങ്കിൽ അപ്പുറത്തിൽ പോയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ശുക്റുടെ സുജൂദുണ്ട് ഇസ്ലാം പടിപാട്ട്. എന്തൊക്കെ അവന് വന്ന് സീക്ക് വന്നത് നല്ലായി തവണ ചാവ് കൈകാളില്ലാണ്ട് മൂലയിൽ കിടത്തത്തിന്റെ ചാവുക്ക് പോകുന്നത് നല്ലായിട്ടുണ്ടല്ല ബദൽക്ക് അള്ളാഹു നക്ക് നീ ഇത് തന്നില്ലല്ലേ ചന്ദ്ര ഇത് ഇസ്ലാം പടിപാട്ട്. നക്കത് തന്നില്ലല്ലേ ചന്ദ്ര കൊസീൽ നങ്ങേന്ദ്രുള്ളേ ഞങ്ങളെ കാണാൻ എത്ര തവണ നോക്കിയിട്ട് ഞങ്ങൾ എപ്പോഴും നോക്കുമ്പോൾ ടെൻഷൻ ആക്കും. ഇന്നതുക്കുള്ള കൈ സർവ്വ നാശായ എത്തിയത്തിന് അംബാനി ആയെങ്കോ അദാനി ആയെങ്കോ നമുക്ക് മയ്യാവും അല്ലേ? ഈ സിദ്ധാർത്ഥ ചെന്ന് നിങ്ങൾക്ക് വന്നിട്ടുള്ളതല്ലേ? കാഫിയുടെ സിദ്ധാർത്ഥ മൾട്ടി ബില്യണർ അല്ലേ? അത്ര ഇന്നൊട്ടും സമയത്ത് അവനക്ക് ചാവുക കിട്ടിയത് ഞങ്ങളെ റായത്തെ മൈക്കാലത്ത് നേത്രത്തിൽ പോളെ എന്തിന്നിട്ട് പ്രയോജനം? ഇന്നതില് കഞ്ഞി കുടിച്ചത് തടിക്കിടക്കുള്ള വിജയമല്ല 200 കിങ് ഫിഷർ ഫ്ലൈറ്റിൽ ഡൊമസ്റ്റിക്കിലൂടെ ഇന്റർനാഷണൽ മട്ടത്തിൽ ಇಂತ ಗೊಂತಿಲ್ಲ ಓಡಿ ഉണ്ട് റായത്തിലെ സമയത്ത് തീ കുത്തിറാണ്ട് ലണ്ടനില ഇംഗ്ലണ്ട് എവിടെ പോയിട്ട് അങ്ങനത്തെ എത്ര ആൾമാരുള്ള റായപ്പെട്ടങ്ങ ഇല്ലാത്തങ്ങളെ ഇന്നവന്റെ പരിസ്ഥിതി എന്താ ഇന്നതിൽ തൃപ്തിയില്ല കിട്ടിയിട്ടാ മതി അങ്ങനെ യൂസ് ആക്കൊണ്ട് വന്നില്ല യൂസ് ആക്കിയ തെരുവെല്ലാം ഉൾട്ടടിച്ച് അങ്ങനത്തെ എത്ര ആൾമാരുള്ള ഞങ്ങളുടെ നാശായ ഇന്നത് തൃപ്തിപ്പെടുക മൈക്ക് ബലിക്ക് അപ്പോ ചെന്നോട്ടുള്ളത് എന്റെ പിരുസത്തെ സഹോദര ഞങ്ങളെ ഔത്തുലു പണ്ടത്തത് പോലെയല്ല. ഔത്തുലിന്റെ സന്തോളല്ല കുറഞ്ഞു പോയത്, ഔത്തുലു ബെൽക്കിരിന്നതല്ല ചിന്മ കുത്തി പോയത്, അകചന്തായിട്ട് ഔത്തുല നെമ്മതിയില്ല. മക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ട്, മക്കളെ കൊണ്ട് നെമ്മതിയില്ല. അതേപോലെ ഞങ്ങളെ ഔത്തുലിന്റെ പെണ്ണുമക്കൾക്ക് മങ്ങിലായിട് പോയവിടെ നെമ്മതിയില്ല. അതേപോലെ കൊമ്പന്ന ഡ്രസ്സാത്ത സമയത്ത് തൃപ്തിയില്ല. ഡ്രസ്സ് പോയിട്ട് കൊമ്പന്നറിയിട്ട് എല്ലാ ആവശ്യം പൈസ കൊടുത്ത് ഇട്ടിട്ടുള്ള ഔത്ത് നോക്കിയാൽ ഒരു നാൾ ചെന്നാൽ കഴിഞ്ഞാൽ പിന്നെ ഇത് ഓളെ കാണാൻ ചന്തത്തെ ഡ്രസ്സ് അപ്പുറത്തെ ഔത്തുകൾ നോക്കുമ്പോൾ ഓളത് വേറെ അങ്ങനത്തെ തവണ ഇത് വെറുതെ കൊമ്പന്ന് ഇത് റിട്ടേൺ കൊടുക്കുക അവിടെ പിന്നെ ആലോചനാക്കേണ്ടത് തൃപ്തിയില്ല കിട്ടിയതിൽ അൽഹംദുലില്ലാ. എന്തുകൊണ്ടിട്ട് ഞങ്ങളെ കാണാൻ സുമാറിന്റെ ഡ്രസ്സ് അവൾ നോക്കില്ല പോയില്ല. ബംഗാറ് കൊമ്പണ്ടത് പുതിയ മോഡൽ കൊമ്പണ്ട് കൊമ്പന്ന് വൃത്തികൾ ജന്തിങ്ങൾ ഇട്ടാൽ പിന്നെ ഒരു മങ്ങിലത്തെ പോയിട്ടാകുമ്പോ ഞങ്ങളെ കളത്തിൽ നിന്ന് മാല നോക്കിയിട്ട് വല്ലാത്ത ടെൻഷൻ. എന്തുകൊണ്ടിട്ട് കൊമ്മൻ കിട്ടിയതിൽ തൃപ്തിയില്ല. ഇല്ലാണ്ടിക്കോ കാരണം ഓളെ കാണാൻ സുമാറിന്റെ പണ്ടത്തെ റോൾഡ് ഗോൾഡ് നോക്കിയിട്ട് അങ്ങ് മയ്യാവത്തെ പടച്ചിറപ്പേ അങ്ങ് റോൾഡ് ഗോൾഡ് ഇട്ടോണ്ടുള്ളേ നക്ക് ബംഗാറെങ്കും കിട്ടിത്തല്ല തൃപ്തിപ്പെട്ട സ്വഭാവ ശൈലിയില്ല. അപ്പൊ നാ ദീർഘചെല്ല വിശേഷിച്ചോണ്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളി, ആ പള്ളിയുടെ ഹയാത്താക്കടെ പണി നമുക്കുള്ളത്. സുന്ദരമായ പള്ളി കെട്ടി തറക അൽഹംദുലില്ലാ. പടച്ചറബ് ഞങ്ങളുടെ റായത്തെ കൊല പാലക്കാര കൽബുക അല്ലാഹു തആല പള്ളിയുടെ മേളിന് തിരുസവും മുഹബ്ബത്തും ഇട്ട് കൊടുത്തിറാണ്ട് കണ്ടെങ്കിൽ മനുഷ്യരെ അതിൽ ഹയാത്താക്കടെ പണി നമുക്കുള്ളതില്ല. പ്രത്യേക നടപ്പാക്കരുത് ബാപ്പടങ്ങ. പള്ളിക്ക് പോകേണ്ട സന്ദർഭത്തിൽ നീ ഒത്ത പള്ളിക്ക് പോകല്ല. പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്നത് നിന്റെ മോന്റെയും നിന്റെ കുടുംബത്തങ്ങളെയും പള്ളിക്ക് വിളിച്ചോമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെല്ലട പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെല്ലട് അങ്ങളെയും വിളിച്ചോണ്ട് പള്ളിക്ക് പോണുന്നതാണ്. അതേപോലെ 7 വർഷമായപ്പോ നിന്റെ മക്കൾക്ക് നിസ്കരിക്കും, നോമ്പ് പിടിക്കും, ഇത്തര കാര്യക്രമം നിനക്ക് പഠിപ്പാണ്ടി കൊടുക്കണോ. 10 വർഷമായപ്പോ നിന്റെ മക്കൾക്ക് അടിച്ചിട്ട് പഠിപ്പാട്ടണോ. നിസ്കരിക്കട എങ്ങനെ, ഖുർആൻ ഓതര എങ്ങനെ, അതേപോലെ ബാക്കിയുള്ള ദിക്റുള്ള ചിലടെ എങ്ങനെ ചെന്നിട്ട് നിന്റെ റായത്തെ ഉസ്താദ്മാർ സാരി പഠിപ്പാണ്ടി കൊടുക്കണത്. അതിട്ട് അതിൽ പ്രാവർത്തി കാര്യരൂപത്തേക്ക് കൊമ്പറണായത് നിന്റെ പണിയായിട്ടിക്കട്. നിന്റെ പളക്ക് കേക്കട തിരുസത്തെ സഹോദരന്മാരെ, പള്ളിക്ക് പോകേണ്ട സന്ദർഭത്തിൽ എത്ര ആളുള്ളത് നിങ്ങളെ മക്കളെ വിളിച്ചോമ്പോണ്ടെങ്ക, എത്ര ആളുള്ളത് നിസ്കാര കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നിസ്കരിപ്പാട്ടെ ബാപ്പന്മാർ എത്ര ഉള്ളത് മക്കളെ കൊണ്ടിട്ടോ, എത്ര ആളുള്ളത് വെള്ളിയാസനുണ്ട് സ്കൂൾക്കും കോളേജും റജ ഇന്ന സമയത്തിൽ ബാലക്കാർ മക്കളെ വിളിച്ചോ പോയിട്ട് സൂറത്തുൽ കഹ്ഫ് ഓതുപാട്ടെ മക്ക എത്ര ഉള്ളത്. പടച്ചവനെ ഞങ്ങളുടെ റായത്തിൽ ഫാഷനായിടുണ്ട്. നിസ്കാര കഴിഞ്ഞ ബർത്തക്ക് സലാം വീട്ടിയ ബർത്തക്ക് ഉസ്താദ് പിന്നെ ദിക്റും തസ്ബീഹും ദ്വാരക്കുമ്പത്തുകോ ഒന്നാമത്തെ സഫ്ലു ബാപ്പ ഇന്നവണോ അവനതേ ആമീൻ ചിലയുടെ സന്ദർഭത്തിൽ നിസ്കാര കഴിഞ്ഞ ബർത്തക്ക് ബാപ്പടം നടു ചവിട്ടിട്ട് ബാപ്പട ഭയത്തേക്ക് ചവിട്ടിട്ട് ബാപ്പട അതേപോലെ കുഞ്ഞു പിടിച്ച് ഊന്തിട്ട് മോണായുടെ പള്ളി ഇടിഞ്ഞിട്ട് ഓടുറാ. അവനക്ക് ദ്വാരക്കില്ല, അവനക്ക് ദിക്ർ തസ്ബീഹ് ചൊല്ലുകില്ല.
അവനക്ക് അള്ളാഹുവിൽ എന്തും കേൾക്കുകയില്ല. എന്റെ കുന്തുണ്ടാ വയറ് നിറോടി തറുക ആളുള്ളവർക്ക് പട്ടിണി തെരിയല, ഇടക്ക് നല്ല ഡ്രസ് ഉണ്ട് ഉണക്ക് കഷ്ടപ്പാട് തെരിയല, അവത്തിൽ ആറാമതും തേക്കുള്ള വ്യവസ്ഥ ഉണ്ട് ഉണക്ക് ദുഃഖ ബേജാറ് ചെന്നെങ്കിൽ തെരിയല. ബാപ്പായവണാ അവന്റെ ബഹത്തേക്ക് നിറക്കുന്നോണ്ട് വണ്ടെങ്കിൽ കഷ്ടപ്പാട് ചെറിയതെന്തുമല്ല, അവനക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നോണ്ട് വണ്ടെങ്കിൽ കഷ്ടപ്പാട് ചെറിയതെന്തുമല്ല, അവനക്ക് തേക്കുന്ന വ്യവസ്ഥ ആക്കി കൊടുക്കുന്നോണ്ട് കണ്ടെങ്കും പണ്ട് കഷ്ടപ്പാട് ചെറിയതല്ല. അതുകൊണ്ട് അയാൾക്ക് കഷ്ട തെരിയോ. അതുകൊണ്ട് നിസ്കാരത്തെ സദസ്സിൽ അയാളിക്കിടത് നിസ്കാര കഴിഞ്ഞാൽ പിന്നെ ദ്വാരക്ക് അള്ളാഹുടെ ചൊമ്മ ഉണ്ട് കേൾക്കൂ. ഗണ്ടകട്ടിലെ കേട്ടും അയാളെ സമസ്യ തീരില്ല. അത്രത്തോളം സമസ്യയും കഷ്ടപ്പാടും അയാൾ കൊണ്ടു. കഷ്ടപ്പാട് അയാളെ ഭേദം പേര് ഉറക്കരുത് മാത്രമല്ല, അയാളെ പെഞ്ഞയുടെ വിഷയത്തിൽ അയാൾക്ക് കഷ്ട ചൊല്ലുകൊണ്ടോ, അയാളെ മക്കളെ വിഷയത്തിൽ പടച്ചറപ്പിട മുട്ട കഷ്ട ചൊല്ലുകൊണ്ടോ. നിങ്ങൾ നോക്കി അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ സന്നിധിക ഇച്ചിനംസ പണ്ടത് വയസ്സിറങ്ങ നമുക്ക് കുറെ കഷ്ടപ്പാട് ചൊല്ലുകൊണ്ടോ. ആരെ കഷ്ടപ്പാട് കണ്ട് കേട്ടെങ്കിൽ ആ ഉമ്മക്കും ബാപ്പക്കും ചൊല്ലുകൊള്ള കഷ്ടപ്പാട് മക്കളെ വിഷയത്തില് മക്കായങ്കാ തെല്ല് റജ കിട്ടോട്ടുള്ള സ്കൂളുക്കും കോളേജിലും റജ കിട്ടട്ടുള്ള അങ്ങനെ കിട്ടലോട് കൂടെ മക്കളെ ഐഡിയ ആക്കി വെച്ചിട്ട് കിടറ് ഇന്ന അമ്യൂസ്മെന്റ് പാർക്ക് പോണോ, ഇന്ന ബീച്ചിക്ക് പോണോ, ഇന്ന സൂക്ക് പോണോ, ഇന്ന റായത്തിന് ജാഗകളിൽ ചുറ്റി നടക്കുക വേണമായിട്ട് പോണോ, എൻജോയ് ആക്കുന്ന തെരുവിൽ ചെന്നിട്ട് ഇന്റർനെറ്റിൽ സെർച്ച് ആക്കി നോക്കൂടാറ്. അങ്ങനെ നോക്കിയിട്ട് ആ ജാഗകളിൽ പോണ്ട പോലത്തെ കിനാവ് മാത്രം കണ്ടുകൊണ്ടിക്കടത്. ഒരു സ്വാലിഹത്തായ ഉമ്മയും ബാപ്പയും അതൊക്കെ നിണ്ടു കൊടുക്കാണ്ട് ബദലുകൊന്ന് പേൽപ്പാടി ദർഗത്തുകൊന്ന് സിയാറത്താക്കി പറമക്കളെ. റായത്തിൽ സുന്ദരമായ പടച്ചതമ്പുരാന്റെ പള്ളി ഔലിയാക്കന്മാർ കിടന്നിറങ്ങൂടെ പള്ളിയുടെ പരിസരം ഒന്നിച്ചും ദർഗവും മഖബർ ശരീഫുണ്ട്, ഒന്ന് സിയാറത്തുന്നാക്കി പറ. അതല്ലെങ്കിൽ സ്വന്തം ഉമ്മടയും ബാപ്പടയും മങ്ങൾ അജ്ജി ആരെങ്കിലും മരിച്ചു പോയിട്ട് ആ പള്ളിയുടെ പരിസരത്ത് കിടന്നിട്ടുണ്ടോ, ഒന്ന് യാസീനോദിന് സിയാറത്താക്കി പറ. പെഞ്ഞിടിയും മക്കളെയും കുടുംബത്തങ്ങളെയും വിളിച്ചോണ്ട് പോയിട്ട് സിയാറത്താക്കണ സമ്പ്രദായ കൊറടിയായിട്ട് ബദലുക ഞങ്ങളെ മക്കൊക്കെ കാട്ടിയോണ്ടുള്ള സൗന്ദര്യം എന്തിട്ട് ചെന്നെങ്കിൽ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യ ഈ പ്രപഞ്ചത്തെ ചന്ത മാത്രം ചെന്നു കൊടുത്തോണ്ടുള്ളത്. ഖബറുടെ ചന്തത്തെ വിഷയമക്കൊക്കെ വർണ്ണനാക്കട ക്രമയില്ല, മഷറുടെ ചന്തത്തെ വർണ്ണനാക്കട ക്രമയില്ല, മരണവേദനത്തെ വിഷയത്തെ വർണ്ണനാക്കട ക്രമയില്ല, മരിപ്പുടെ വിഷയത്തിൽ മക്കൾക്ക് ചെന്നു കൊടുക്കട ക്രമമേ ഇല്ല. കടാക്കിട്ടും കഷ്ടാക്കിട്ടായെങ്കും സമയത്ത എവിടെയെങ്കിലും നെറലിട്ടായെങ്കും എവിടെയെങ്കിലും വലിച്ചു കൊമ്പന്നിട്ടായെങ്കും ഹറാമ ഹലാല നോക്കാണ്ടായിട്ടും സമയത്ത നോക്കാണ്ട് സമയത്ത ഇണ്ട മക്കൾക്ക് വേണമായിട്ട് സൗണ്ട് മക്കൾക്ക് സന്തോളം മാത്രം കൊടുക്കണം. ഉമ്മയും ബാപ്പയും ആ കാരണങ്ങളെ മക്ക പെടക്കായോണ്ടുള്ളത് നിങ്ങൾക്ക് കുന്തുണ്ടാ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് ജോറിച്ചുള്ളൊരു സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെലട് ഒരു മനുഷ്യ നല്ല മനുഷ്യ സാലിഹായ നല്ല മനുഷ്യ സൂക്ഷ്മതയോടുകൂടി ജീവനം നടത്തവണോ, കൂലിപ്പണി എടുക്കണവണോ, അവനോന്റെ പെഞ്ഞി മക്കളെ വിഷയത്തിൽ തൃപ്തിയിലുള്ളത്, റാഹത്തുള്ളത്, കൊസിലുള്ളത്, അങ്ങനത്തെ ഒരു നല്ലൊരു മനുഷ്യടെ അവന്റെ ബാപ്പയും ഉമ്മയും പെഞ്ഞയും മക്കയും സേരിട്ട് നരകത്തേക്ക് കടത്തിററ് ചെന്നിട്ട് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നപ്പോ സ്വഹാബത്ത് കേക്കട് നബിയേ മാപ്പിള ആയോടെ പെഞ്ഞ എങ്ങനെ നബിയെ നരകത്തേക്ക് കടത്തിറത്, ഉമ്മയും ബാപ്പയും സേരിട്ട് മോണ്ട് എങ്ങനെ നബിയെ നരകത്തേക്ക് കടത്തിറത്, മക്ക സേരിട്ട് എങ്ങനെ നബിയെ ബാപ്പടെ നരകത്തേക്ക് കടത്തിറത് കണ്ട് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെല്ലട് ഓ സ്വഹാബാ അവണ് ഇന്നതിൽ തൃപ്തിപ്പെട്ടോണ്ടോ റാഹത്തിൽ അങ്ങനെ ജീവനം നടത്തിയോണ്ടിന്ന ഉമ്മടയും ബാപ്പടയും മക്കളെയും പിന്നീടും അത്യാശ അവന്റെ നരകത്തിൽ എറിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ചെന്നെങ്ക ഉമ്മ ബാപ്പടെ കൊസിയാക്ക് പാട്ടൊക്കെ വേണായിട്ട്, മക്കളെ കൊസിയാക്ക് പാട്ടൊക്കെ വേണായിട്ട്, പെഞ്ഞീട് കൊസിയാക്ക് പാട്ടൊക്കെ വേണായിട്ട് ഇന്ന് അവണ് നയിച്ച നയിപ്പ് മയ്യാവാട്ട് വന്നപ്പോ പിന്നെ അവണ് ഹറാമ്യത്തേക്ക് കൈയിടകു തുടങ്ങിയ പിന്നെ ഹറാമ്യത്തേക്ക് കൈയിടക്ക് തുടങ്ങിയ, വട്ടി വ്യവഹാരത്തേക്ക് തുടങ്ങിയ, വഞ്ചന തുടങ്ങിയ, മയ്യാവാണ്ട് വന്നപ്പോ കക്കു തുടങ്ങിയ, ഇങ്ങനെയുള്ള ഹറാമായ സ്വറാക്കി എന്തൊക്കെ ഉമ്മക്ക് ഗൊസിയാവണോ ബാപ്പക്ക് ഗൊസിയാവണോ ചെന്നിട്ടോ, പെഞ്ഞി കേട്ടതെല്ലാം കൊടുക്കണോ ചെന്നിട്ടോ, മക്ക കേട്ടതെല്ലാം കൊടുക്കണോ ചെന്നിട്ടോ, ഇങ്ങനെ ഇന്ന
ഹറാമു ഹലാൽ നോക്കാണ്ട് സമ്പാദനാക്കുക തുടങ്ങിയ ആ കാരണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നരകത്ത് ഗഡിരാ ചെന്നിട്ട് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ ബാപ്പ മക്കളെ അർത്ഥാക്കണോ, അങ്ങളെ നൈപ്പിടെ അർത്ഥാക്കണോ, അങ്ങളെ ജീവനത്തെ അർത്ഥാക്കണോ, പെഞ്ഞയായുള്ള മാപ്പിളയുടെ നൈപ്പിടെ അർത്ഥാക്കിയിരണോ, മക്കായവണോ ഉമ്മടെയും ബാപ്പടെയും അതേപോലെ ബാപ്പയുടെ കഷ്ടപ്പാട് അർത്ഥാക്കണോ. ബാപ്പ ചെല്ലത് മക്കൾക്ക് ചെന്ന് കൊടുക്കണായ സന്ദേശമുണ്ടോ? കടയിന്നെങ്കിൽ മക്കൾക്ക് കടത്തെ വിശേഷിച്ചല്ലോ, ദാരിദ്ര്യം മക്കളിലെ ദാരിദ്ര്യത്തെ വിശേഷിച്ചല്ലോ, കഷ്ടപ്പാടിന്നെങ്കിൽ മക്കളിൽ കഷ്ടപ്പാടിനെ വിശേഷിച്ചല്ലോ, നയിപ്പില്ലെങ്കിൽ മക്കളിൽ നയിക്കണ വിശേഷിച്ചല്ലോ. എല്ലാ നാളും ഒരുപോലെ ചെന്നിട്ട് അല്ല ചെന്നിട്ട് മക്കൾക്ക് ചെന്ന് കൊടുക്കണോ. മക്കൾക്ക് കുറെ നാള് പൈക്കട സന്ദർഭത്തിൽ മക്കൾക്ക് പൈക്കൊക്കെ വിടണോ. ആ സന്ദർഭ മക്കളെ ഇന്നലെ ഗമ്മത്തിന് ചെന്നിട്ട് ഇണ്ടും ഗമ്മത്താക്കണത് പോലെ ധാരാളം സ്വത്തും സമ്പത്തും നണ്ടലില്ല. ഇണ്ടനാണ് കടത്തിലും കഷ്ടത്തിലും ദുഃഖത്തിലുള്ളത്. അതുകൊണ്ട് മക്കളെ ഉണ്ട് ഇന്നലത്തതുപോലെ തിന്നുകിന്ന വ്യവസ്ഥ ഉണ്ടില്ല. കഴിഞ്ഞ പെരുന്നാൾക്ക് നിങ്ങൾ നല്ല നല്ല ഡ്രസ്സ് എടുക്കും കുത്തിയിട്. ഇണ്ട് സാധാരണ ഡ്രസ്സ് മൈ മക്കളെ ചെന്നൊരു ചെള്ളകു തെരിയണോ ബാപ്പാ എവണകോ. പെഞ്ഞി നാളെ റായത്തിലൊരു 10 മംഗലം ഉണ്ട് ഒരു തിങ്കളിലുണ്ട് കണ്ടെങ്കിൽ 10 മംഗലത്തും 10 ഡ്രസ്സ് എടുക്കുക പോണ്ട സന്ദർഭത്തിൽ പെഞ്ഞയ്ക്ക് മാപ്പിളായ ചെന്നു കൊടുക്കണം പെണ്ണ്. ഇണ്ടത്തെ നാളാണ് കഷ്ടത്തിലുള്ള. അതുകൊണ്ട് ഇട്ട ഡ്രസ്സ് ഇട്ടെങ്കിലും തൊന്തരെന്തില്ല ചെന്നേ പേരിച്ചിട്ട് 6-10 മക്കൾ പിഞ്ഞേക്ക് ചെന്നു കൊടുക്കണം. നമ്മുടെ പ്രായത്തിൽ മംഗലത്തെ വിസയല്ല. അങ്ങനെ കുടുംബത്തിൽ ഒരു തിങ്കൾ 4 മംഗലുണ്ട്. ഞായറാഴ്ച വേളാഴ്ച തിങ്കളാഴ്ച പിന്നെ ഞായറാഴ്ച ചെന്നിട്ട് ആ മംഗലുണ്ടെങ്കിൽ ഞങ്ങൾ പാലക്കാരത്ത് പെണ്ണിങ്ങ പെഞ്ഞൈമാരെ പണിയന്തരെ 4 മംഗലത്തേക്ക് 4 ഡ്രസ്സ് ആവണോളൂ. ബേജാറാക്കേണ്ട പെണ്ണിങ്ങ മതി വളക്കല്ല കേൾക്കണം. ഞാൻ എല്ലാ മൊത്തത്തിലും ചിലരുടെ വിഷയമേ ഇന്നും ചെന്നോണ്ടുള്ളത്. മെസ്സേജ് എത്തിട്ട് എല്ലാ ഭാഗത്തും ചെന്നിട്ട് ഒരു കാലത്ത് അതേപോലെ വറദക്ഷിണ എവിടെ നോക്കുന്നത് കെട്ട് അഭിമാനത്തിലൊന്നും ഹജറുള്ളത് കള്ളു വന്നു കൊടുത്തനൊക്കെ സംസം തണ്ണി കുടിക്കോ കൊടുത്ത പോലെ എന്താ നിക്കാടെ സദസ്സിൽ പോയിട്ട് ജണ്ടാക്കിയതാ പുതിയ നന്റെ കണ്ണാരെ കണ്ടത് ശരിയാക്കുമ്പോത്തുകു കാശി കൊടുക്കൂടെ എപ്പോ ഒന്നുണ്ടാ മങ്ങിലത്തെ സദസ്സിൽ വെച്ചിട്ട് നിക്കാഹ് ആയ വറുത്തക്ക് പേപ്പർ പിന്നെ പ്ലാസ്റ്റിക്കിന്റെ തൊട്ടയിൽ കൊമ്പന്നത് അതെല്ലാം ഗിൽച്ചിട്ട് കടലാസെല്ലാം ഓപ്പൺ ആക്കി കൊടുത്തിട്ടു ജനലാക്കെടുത്തും 2 ലാഖ് 3 ലാഖ് 1.5 ലാഖ് രൂപ കെട്ടെടുത്തിട്ട് എല്ലാവർക്കും കണ്ടത് ഇതാ കാശിന്റെ പൈസ 2 ലാഖ് രൂപ പുതിയാപ്പിളേക്ക് കൊടുക്കൊടു ചെന്ന് ബിൽച്ച് ചെന്നിട്ട് കൊടുത്തോണ്ടിരുന്നു. ഇണ്ട് കട്ടിട്ട് ഒടിച്ചിട്ട് വെച്ചിരുന്ന സമയത്തേക്ക് ഗുഗുബേടി അവിടെ മനുഷ്യൻ ഇടീ മുസ്ലിം ഉമ്മത്ത് ഒగ్గട്ടായിട്ട് ആ വിഷയത്തില് എല്ലാവരും എഷാറത്തായ ആ വിഷയത്തില് പ്രതിവർത്തം ആലോചനാക്കുക തുടങ്ങിയാറ് ആ മുസീബത്തില്ലാണ്ടായി പോയി. ഇണ്ടത്തെ കാലത്ത് മുസീബത്ത് നോക്കുമ്പോൾ പണ്ടത്തെ വരദക്ഷിണമേ ആ വന്നിട്ട് കാണും. ഇണ്ട് വരദക്ഷിണ 2 ലാഖ് 3 ലാഖ് കൊടുത്തിന് സുധാരൻ തപ്പറ ഇന്താ ഇണ്ടത്ര കാണാൻ മോലഞ്ച് പേരെ ഹൽദി പേരെ പിന്നെ മഞ്ഞൾ സീക്ക് പേരെ ഇന്ന സീക്കും സംകട്ടമുള്ള ഇന്ന കേക്ക് കട്ടാക്കൾ ഇന്ന പുക പൊട്ടുപാട്ടത് ഇന്ന ചോക്ലേറ്റ് ഐറ്റംസ് ഊത്താക്കിയിട്ട് കൊമ്പോണ്ടതും ഈ എന്തിന് തോട്ടത്തേക്ക് ഇടക്കും ഗൊಬ್ಬറ കൊമ്പോയതുപോലെ പുതിയാമ്പിളക്ക് ചോക്ലേറ്റ് കെട്ട് കൊമ്പോയിട്ട് കൊടുത്തു. നിങ്ങൾ അർത്ഥാക്കി നോക്കിയുള്ളൂ ഇണ്ടത്തെ പരിസ്ഥിതി. ഇങ്ങനെയുള്ള മേടിച്ച് പുതിയാമ്പിള്ള കൊമ്പുണ്ട് കുറെ ചക കൊമ്പെന്ന പോലെ. ഇപ്പുറത്തെ ഒരു വീഡിയോ നിങ്ങൾ നോക്കി 4-5 തിങ്ങൾക്ക് മുന്നുള്ള ഒരു കേരളത്തിൽ വീഡിയോ വന്ന് മയ്യത്ത് കട്ടിൽ പാട്ടി കൊമ്പുണ്ട് ചെറുക്കടയും പുതിയ പെണ്ണിട്ട് ഇതേ പാട്ടി കൊമ്പുണ്ട് മയ്യത്ത് കട്ടിൽ ഒത്താക്കിയിട്ട് ചെറുപ്പിളടിക്കുക റായത്തില് മനുഷ്യന്മാർ ഹയാത്തിൽ ഇന്നതില്ല. ചകത്തെ പോലത്തെ ആൾമാർ റായത്തിൽ ഇന്നതിലല്ലേ. ഇങ്ങനത്തെ ഹറാമിയത്ത് നടക്കും ബുടകുത്തിയോ ജമാഅത്തിനെ വിട്ടിടങ്ങ ബേജറാക്കണ്ട. ഞങ്ങളുടെ റായത്തുള്ള അഹമ്മദ് അങ്ങനത്തെ മുസീബത്ത് വന്നിട്ടില്ല. ഞങ്ങളുടെ റായത്ത് അങ്ങനത്തെ മുസീബത്ത് വന്നിട്ടില്ല. ഞങ്ങളെ റായത്ത് ജുമാഅത്ത് പള്ളി ചെന്നെങ്കിൽ ഞങ്ങളെ റായത്ത് സുപ്രീം കോടതി ഇന്നത് പോലെ അവിടുന്ന് പ്രസിഡന്റ് സെക്രട്ടറി ഖതീബ് ഉസ്താദ് ചെന്നെങ്കിൽ ആ റായത്ത് സുപ്രീം കോടതി ജഡ്ജിന്നത് പോലെ അവിടെ ഉസ്താദ്മാർ ചെന്ന ലോയർ എന്നത് പോലെ ഞങ്ങളെ റായത്തെ ജമാഅത്ത് ചെന്ന ഒരു സുപ്രീം ഞങ്ങളെ റായത്തെ ഒരു കേന്ദ്ര സുപ്രീം ആയിട്ട് ജമാഅത്ത് കമ്മിറ്റി ചെന്ന സുപ്രീം പിന്നെ സുപ്രീം കോടതി ന്യായാധീശന്മാർ എന്നത് പോലെ കൊററായത്തില് കമ്മിറ്റഡ് റൂൾസ് ആയിട്ട് എന്തിന് മാസവൽ പാസ്സാക്കിയത്. കട ബാക്കി ഉണ്ടെങ്കിൽ പള്ളിക്ക് തറക്ക് പൈസ ബാക്കി ഉണ്ടോണ്ട് കണ്ടെങ്കിൽ പള്ളിയുടെ ഒന്തിക്ക് കെട്ടൊക്കെ ബാക്കി ഉണ്ടോണ്ട് കണ്ടെങ്കിൽ അവന്റെ മയ്യത്ത് ദഫനാക്കാവൂല്ല. പള്ളിയുടെ പൈസ ബാക്കി ഉണ്ടോണ്ട് കണ്ടെങ്കിൽ ഖതീബിയുടെ നിക്കാഹ് കടത്തൊക്കാവൂല്ല. എത്രയോ റായത്തിനകത്ത് റൂൾസ് ഉണ്ട്. ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം ആയങ്ങനത്തെ റൂൾസ് ഉണ്ട്. ആ റൂൾസിനെ ഫർള് നിസ്കരിച്ചില്ലെങ്കിലും ഖുർആൻ ഓതില്ലെങ്കിലും നോമ്പ് പിടിച്ചില്ലെങ്കിലും സമയത്ത് പള്ളിയുടെ റൂൾസിലാണ് പറഞ്ഞാക്കട. കേളി കേൾക്കുമ്പോത്തുകൂ അല്ലെങ്കിൽ പള്ളിയില് മങ്ങിലത്തേക്ക് ഖതീബിനെ വിളിച്ചോണ്ട് പോണ്ട കാണാൻ മുന്നുള്ള റെസിപ്റ്റ് ആക്കണോ. കടല്ല സന്തായാണ് കുറെ റായത്ത് എത്രയോ റായത്ത് അങ്ങനത്തെ റൂൾസ് ഉണ്ട്. കടസന്തായാവണോ. കടസന്തായിട്ട് ക്ലീന് എന്തൊരു സർട്ടിഫിക്കറ്റ് എടുത്തോളണം അതല്ലെങ്കിൽ റെസിപ്റ്റ് എടുത്തോളണോ. 10 പൈസ പള്ളിയിൽ ബാക്കിയില്ല. അതിൽ പിന്നെ റായത്തെ കമ്മിറ്റിയുടെ ഖതീബിയുടെ പള്ളി നിക്കാഹ് ഒരാള് മരിച്ചിട്ട് പള്ളിക്ക് ഒന്തിക ബാക്കിയുണ്ട്. മക്കമ കുടുംബത്തെങ്ങ അതിൽ ദഫനാക്കി കൊടുത്താൽ പിന്നെ അവിടെ ദഫനാക്കിടത്
അത്ര കഡ്ഡായായിട്ട് പാലന അയങ്ക ആറായത്തുള്ള തീരുമാനം എടുക്കട്ടുള്ള ബഡ്ഡിയുടെ വ്യവഹാര കടങ്ങളെ ഒത്തുകുന്ന ഉസ്താദിനെ കടത്തകാവില്ല ആ ഊത്തിൽ ആരെങ്കിലും ഗാഞ്ചത്തവണ്ണുള്ളാണ്ട് കണ്ടെങ്കിൽ അവിടെ മങ്ങിൽ ഉസ്താദിനെ കടത്തകാവില്ല അവിടെ ആരെങ്കിലും കള്ള ഉള്ളാണ്ട് കണ്ടെങ്കിൽ അങ്ങനെ ഒത്തുക്ക് നിങ്ങൾ ഉസ്താദിനെ കത്തി ഇവിടെ കടത്തകാവില്ല അവിടെ ഡിജയും ഡാൻസും ഇങ്ങനത്തെ ഹറാമിയത്തും മങ്ങിലത്തെ പേരിൽ നടക്കുന്നുണ്ട് കണ്ടെങ്കിൽ നിങ്ങളെ റായത്തെ കത്തി ഇവിടെ കടത്തകാവില്ല റായത്തങ്ങ് നിക്കാഹ് ഇവിടെ മങ്ങിലത്തേക്ക് പുറകുവാവില്ല തീരുമാനം എടുക്കുകയാവില്ല കാരണം പ്രസിഡന്റ് റൗത്തിൽ ഭാര്യ വില തുള്ളലും ഡാൻസും ആട്ടവും കളിയും കോൾക്കളി എല്ലാം നടന്നത് അയാളായിട്ട് പള്ളിയുടെ പ്രസിഡന്റ് അയാളായിട്ട് ദീനിക്ക് നേതൃത്വം കൊടുക്കുന്നത് സെക്രട്ടറി റൗത്തിൽ പിന്നെ ചെല്ലണ്ട എല്ലാം മെറണിക്കയും ആയിട്ട് അവിടെ ഈ ചോക്ലേറ്റ് മെറണിക്കയായിട്ട് മൊയിലാഞ്ചിര മെറണിക്കയായിട്ട് ഹൽദിയും മെഹന്തിയും ഹൽദിയും ഇതെല്ലാം വേറെ ഡാം ഡൂമുകളായിട്ട് എവിടെ റായത്തെ പാട്ട് പാട്ടിട്ടായിട്ട് ഇന്ന കൊട്ടലും കൊട്ടിട്ടുമായിട്ട് ഇറാന്ത് പാലക്കാർ തുല്ലിട്ടുമായിട്ട് സെക്രട്ടറി റൗത്തിൽ പിന്നെ റൂൾസ് ആക്കടെ എങ്ങനെ റൂൾസ് ആക്കടെ ബാക്കി എല്ലാത്തും റൂൾസ് ആക്കൂടെ അതൊക്കെ ആവില്ല ബേജാറാക്കിണ്ട് ചെല്ലതില് പരിസ്ഥിതി അങ്ങനെ ബഡ്ഡിയുടെ വിസ ദമ്മെടുക്കും വലിയില്ല കമ്മിറ്റിയിൽ എച്ച് സാൽമാർ ബഡ്ഡി വ്യവഹാരത്താളുമാർ ബഡ്ഡി കക്കിടവണോ അവിടെ റായത്ത് കത്തി ഇവിടെ കടത്തൊക്കെ ജന ആവില്ല കള്ളന്മാറുള്ളത് കമ്മിറ്റിയില് കുറെ റായത്ത് വിശേഷല്ലേ ഞങ്ങളെ റായ അൽഹംദുലില്ലാ ഞങ്ങളെ ഈ ബാരി ഉമ്മത്തിലംഗ ദക്ഷിണ കന്നഡ ജില്ലയുടെ പരിസര പ്രദേശത്തുള്ള കമ്മിറ്റികൾ അൽഹംദുലില്ലാ എച്ചിനംസം നല്ല നല്ല ആളുമാരെ നോക്കിയിട്ട് പള്ളിയിലൊട്ടിക്ക് പിരിസവും ദീനിന്റെ ഒട്ടിക്ക് പിരിസവും ആ മൊഹബത്തും ഇന്ന ആളുമാരെ നോക്കിയിട്ടായിട്ട് ഇവിടെ സെലക്ട് ആക്കണത് അതൊരു ഭാഗ്യ. റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെ റായത്തെ കമ്മിറ്റിയുടെ മെമ്പർമാർ ഖതീബ് അതേപോലെ ജമാഅത്തിന്റെ ലീഡർമാർ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണം തമ്പുരാനെ. ഇതിൽ ഞാൻ ആറയിച്ചല്ലോ കാരണം എന്താ ചെന്നെങ്കിൽ ഞങ്ങളെ റായത്തെ പരിസ്ഥിതി അങ്ങനെ ബടക്കായിട്ടുണ്ട്. ഈ നോക്കിയിട്ട് ബാബരി മസ്ജിദ് വിഷയത്തിലുള്ളവർക്ക് വല്ലാത്ത ബേജാറ് ദുഃഖ ചെന്നിട്ട് പ്രയോജനമില്ല അല്ലേ. അവിടെ അതായോണ്ട് അവിടെ ആയോണ്ട് പോയോണ്ട് ഞങ്ങളുടെ കണ്ടിട്ട് അങ്ങനെ പള്ളിയുടെ ബാക്കി ഇന്നെന്തരെ വാരണാസിയുടെ പള്ളിയുടെ അവിടെ പള്ളിയുടെ വിഷയം ദക്ഷിണ കന്നഡ ജില്ല ഒരു പള്ളി അതേപോലെ കേസുകളുണ്ട്. ഇപ്പോ അത് ആർക്ക് ഇന്നും തീരുമാനമാവണത്രേ ഇങ്ങനെല്ലാം ആയിട്ട് അതൊരു വിഷയം നമ്മൾ ചോര പയച്ചോണ്ടിക്കടല്ലേ വിസച്ചോളും ചോര പയക്കടി എന്താക്കടെ എവിടാക്കടെ അവണ് മുണ്ടിയാണ് കത്തിപ്പിടങ്ങ മുണ്ടില്ല പള്ളിയുടെ പ്രസിഡന്റ് ഒക്കെ മുണ്ടില്ല MLA മുണ്ടില്ല MP മുണ്ടില്ല ഏറ് ആറ് മുണ്ടിട്ട് ഓണു ഈ മുണ്ടില്ല അവണ് മുണ്ടില്ല ഓണു മുണ്ടില്ല ചില റായത്തെ ഭിത്തിലവിടെ ജാൽ ഒരു തുള്ളൽ തുള്ളിയങ്ങ പറഞ്ഞ ജുമാത്ത പള്ളിയുടെ അവതോട് എത്തുന്നത് അവണ് അപ്പിത്തപ്പിട്ടും പള്ളിക്ക് വേണ്ട ക്രമമില്ല. അവനെ കൊണ്ട് റായത്തെ പള്ളി ജുമാത്തും വേണ്ട ജമാത്തും വേണ്ടേ പോയെങ്കിൽ ജുമാത്ത് മയ്യത്ത് നോക്കിയിട്ട് വന്നത് പോലെ നോക്കിയിട്ട് വേണ്ട കത്തിവിടെ വെള്ളിയാസണ്ട് ജുമാത്ത ടൈമിൽ ഒരു ഗണ്ടക്ക് പോയിട്ട് വന്നേ 10ാമത് ഇങ്ങനെ ഓടി വന്നിട്ടായിട്ട് അവനക്കും അവിടെ ഉത്തർപ്രദേശത്തെ പള്ളിയുടെയും ഡൽഹിയുടെ പള്ളിയുടെയും അതേപോലെ വാരണാസിയുടെ പള്ളിയുടെ വിഷയത്തിൽ ഭയങ്കര ടെൻഷനാണ്. അവന്റെ ഈമാൻ തലക്കിട്ട് പയക്കിട്ട് സൈക്കുകാവില്ലോണക്കും അവനും മുണ്ടില്ല ഓണും മുണ്ടില്ല ഓണറായത്തിൽ പള്ളിക്ക് അത്ര ചന്ത ഡോർ എല്ലാം ഓപ്പൺ ആക്കി വെച്ചിരിക്കും. മുക്രിക്കാർ 10 ഗണ്ടക്ക് മുന്നിൽ എന്തെല്ലാം ഡോറുണ്ട് അവിടെ കണ്ടിടുത അതേപോലെ കക്കൂസരത എന്തെല്ലാം ഡോർ എല്ലാ ഡോറും ഓപ്പൺ ആക്കി വെച്ചിട്ട് ഏയ് അവണ് വേണ്ടേ 1.25 ഗണ്ടാമത് ഉസ്താദ് രണ്ടാമത്തെ അതിൽ പിന്നെ ഭർത്തായിട്ട് പണി ഓണ് പള്ളിയുടെ മേലെ മൊഹബത്തിന്നവർ ഓണ് പള്ളിയുടെ മേലെ മൊഹബത്ത്. അല്ലാഹുവേ നിക്ക് സുജൂദിന്റെ പള്ളിയുടെ നീ സംരക്ഷിക്ക തമ്പുരാനെ. ഞങ്ങൾക്ക് അല്ലാഹുടെ അല്ലാഹുടെ പള്ളിയുടെ സംരക്ഷണാക്കണായ ഹോണെ ഞങ്ങളുടെ മേലുള്ളതില്ല. ഞങ്ങളെ റായത്ത് ദീനിയുടെ സംരക്ഷണാക്കണ ഹോണെ ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ എത്ര ഞങ്ങളെ ദീനിയുടെ സംരക്ഷണാക്കി ഞങ്ങൾ ദൈനംദിന ദീനിയുടെ കൊന്നോണ്ടുള്ള ഞങ്ങളെ കാരണത്തിൽ ദീനയുടെ ഇസ്സത്ത് പോയിട്ടുണ്ട്. ഇത്ര ധർമ്മത്തെ ആളുമാർ ഞങ്ങളെ ഓരോ പണിയാക്കുന്നത് കണ്ടിട്ട് ചിരിച്ചോണ്ട് തമാശാക്കിയിട്ടുള്ളത് ഉത്തര കൊടുക്കുക ആവാത്ത രൂപത്തിൽ നിന്ന് സ്വഭാവശൈലി ഞങ്ങളതായിട്ടുണ്ട്. അള്ളാഹു കാക്കടെപ്പോ അള്ളാഹുടെ ആളല്ലാഹു കാക്കാണ്ടിക്കില്ല. എല്ലാരും കൂടി ദ്വാരന്ന് കയ്യും കാളും കുത്താക്കിട്ട് ദ്വാരത്ത് അല്ലേ. മസ്ജിദുൽ ഹറാമുള്ള സമയത്ത് പണ്ട് ബാബരി മസ്ജിദ് പൊളിക്കിടക്കാണ് മുന്നോളും ലക്ഷക്കട്ടൽ ഹജ്ജാജിമാരെ സന്നിധിയിലെ സമയത്ത് അല്ലാഹുമ്മ സല്ലിം മസ്ജിദൽ ബാബരി ചെന്ന് ദ്വാരത്ത് ആമീൻ ചെന്നറ് അത് പോണ്ട രൂപത്തിൽ ആ പള്ളി പോയിട്ട് എല്ലാവർക്കും ബേജാറും ദുഃഖം ഉള്ളത് ഖൽബിൽ ഒരു തെല്ലി ഈമാൻ ഉണ്ടോണ്ട് കണ്ടെങ്കിൽ ആർക്കും ബേജാറാവാണ്ടിക്കില്ല. അയ്യങ്ക എന്റെ ദുആത്ത് ഉത്തരം കിട്ടില്ല. ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങു നുബുവത്ത് കിട്ട കാണുമെന്നോളും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ റസൂലും നബിയും അവിടെ കാണുമെന്നത്തെ ചരിത്രല്ലേ. അപ്പൊ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പാടി തലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീലിൻ വഅർസല അലൈഹിം തൈറൻ അബാബീൽ. ആനക്കളാനിക്കൊന്നിക്കു ഗജസേന വന്നിട്ട് ആനയുടെ സേന വന്നിട്ട് ബൈത്തുൽ ഹറമുടെ അഥവാ അല്ലാഹുടെ കഅബാലത്തെ പൊളിക്കുകയാണ്. അബ്രഹത്തും കൂട്ടറും വന്നപ്പോ ആറായത്തെ പടച്ചതമ്പുരാനക്ക് സുജൂദിട്ട ആളും മാറില്ല, അണ്ട് നിസ്കരിക്കടങ്ങയില്ല, പടച്ചറമ്പുഴ ദീനനുസരിച്ച് ജീവൻ നടത്തങ്ങയില്ല.
ഇന്ന ഒരാൾ ഏകൈക വ്യക്തി മാത്രം അള്ളാഹുടെ പേടിക്കുന്ന ആള് ചെന്നത് ആ റായത്തിലുള്ളത്, പള്ളിയുടെ പരിസരത്തുള്ളത്. അബ്രഹത്തും ആയിരക്കണക്കിൽ പണ്ട ആളും മാറും സൈന്യവും വന്നപ്പോ ആ മനുഷ്യ കഅബയുടെ കില്ല പിടിച്ചിട്ട് ദ്വാരക്കിട്, അല്ലാ നിന്റെ പള്ളി തമ്പുരാനെ, നിന്റെ കഅബാലയ ഇതുകൂടെ ഇല്ലാണ്ടായിട്ട് കണ്ടെങ്കിൽ നിനക്ക് സുജൂദിന്റെ കൂടെ ജാഗിക്കല തമ്പുരാനെ. അല്ലാഹു നിന്റെ ശിയാർ, നിന്റെ ദീനിന്റെ ശിയാർ ഇതിലെ കാക്കട പണി നിക്കുള്ളത് റബ്ബ്. നിന്റെ ജവാബ്ദാരി സമമേ കഅബാലയത്തെ കാക്കരുത്. ഈ ഏക ശരീരത്തേക്ക് ഒറ്റത്തടിക്ക് അല്ലാഹുവേ ഈ ബണ്ട ആനയുടെയും ആനയുടെ സൈന്യത്തെയും നാശാക്കൂ. അങ്ക് വിരുദ്ധ യുദ്ധാക്കും അല്ലാഹുവേ അതിൽ വിണ്ണാവുകും നിന്റെ കൊണ്ട് സാധ്യയില്ല തമ്പുരാനെ. അത് നിക്കും തെരിയൂ തമ്പുരാനെ. ഈ പുറത്തേക്ക് ഇത് രക്ഷപ്പെടാത്ത ആവില്ല, അക്കും തെരിയൂ നിക്കും തെരിയൂ തമ്പുരാനെ. അതുകൊണ്ട് റബ്ബേ നിന്റെ കഅബാലയത്തെ നീക്കാക്കണം റബ്ബേ. ചെന്ന അയാള് തീർക്കുപോയത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബാബിയിൽ ചെണ്ട പക്ഷിവർഗത്തെ കൊമ്മന്നിട്ട് ആ റായത്തിൽ തീടെ മളബർ പാട്ടിട്ട് ഫജഅലഹും കഅസ്ഫിം മഅകൂൽ. മുള്ളുകും തീക്കും അതേപോലെ, മുള്ളുകും തീക്കും അല്ല മുള്ളുകും അതേപോലെ മുളിക്കും. തീ കൊടുത്തപ്പോ എങ്ങനെ ബെണ്ണൂറാവിടെ ആറൂപ്പത്തിൽ അല്ലാഹു അങ്ങനെ ബെണ്ണൂറാക്കി ബുട്ടാ ചെന്ന് പടജതമ്പുരാന് ഖുർആനിൽ ചെല്ലട. എന്തേ അപ്പൊ അത് കാക്കുക ആളില്ല. ഇപ്പൊ ഞങ്ങളുടെ റായത്തിൽ പള്ളി ഉണ്ട്, അവിടെ നിസ്കരിക്കുക ആളില്ല. പിന്നെ ദ്വാരം എന്ത് കാര്യ റായത്തിൽ സാൽമാർ വടക്കത്തരത്തിലേക്ക് ഇടത്. ഞങ്ങളെ റായത്തിൽ 100, 200, 300 മുസ്ലിം ഇടങ്ങൾ അക്കൗണ്ട് പേരിച്ചുള്ളൂ. 100 കുറവിൽ 200 ആൾ മാറി കണ്ടിക്കില്ല. അയങ്കാ പള്ളിയിൽ ജുമാ ജമാഅത്ത് നടക്കുന്ന സന്ദർഭം 5 വക്തുൽ സുബഹി നിസ്കാരത്തിലുള്ള 10-12 ആളും മാറും. നടക്കുക തീരാത്തങ്ങല്ല, സീക്കിടങ്ങല്ല, പള്ളി പറവ് തീരാത്തങ്ങല്ല, കണ്ണു കാണാത്തങ്ങൾ എല്ലാം ആരോഗ്യം നിട്ടും ജാവുക 2 ഗಂಟೆ വന്നിട്ടായിട്ട് മക്ക വന്നിട്ട് വറങ്ങടേ. സ്വബിക്ക് കൊണ്ട് 1 ഗಂಟೆ 10 ഗಂಟೆಗೆ എണിക്കിട മക്ക. ആയ ഉമ്മ പാപ്പ അതിൽ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് എണിക്കിടത് കാക്കിട ഉമ്മ. പണ്ട് ഇമാം നവവി റളിയല്ലാഹുവിന്റെ ചരിത്രം ഞങ്ങൾ കേട്ടത് ഉമ്മക്കും പാപ്പക്കും പോയക്കും പിന്നെ പാളുകും വന്നിട്ട് കാത്തിച്ചത് ഉമ്മ ഇപ്പൊ എണിക്കിടിച്ചെന്ന് കാത്തിച്ചതുപോലെ ഇണ്ടതിനെ നേരെ ഉൾട്ടായിട് ഉമ്മയും പാപ്പയും കാത്തിക്കടെ മോണപ്പ എണിക്കടാ ചെന്നിട്ട് എന്തെങ്കിലും നാഷ്ടാക്കി വെച്ചത് കൊടുക്കുക വേണ്ടിട്ട് ഔത്ര പിത്തിൽ നായി കാത്തതുപോലെ മക്കളെ കാക്കടെ എപ്പൊ എണിക്കട ചെന്ന് നാഷ്ട കൊടുക്കുക വേണ്ടിട്ടോ സുബഹി നിസ്കരിക്കാണ്ട് ഉറങ്ങിയവിടെ. ജാവുക്ക് ബന്ധു 2 ಗಂಟೆ 1 ಗಂಟೆಗೆ ಬಂದ್ರು ഉറങ്ങിയവണോ സുബഹിക്ക് എണിക്കാണ്ട് 1 ಗಂಟೆ 8 ಗಂಟೆಗೆ എണിക്കരുത് ഗമ്മത്താക്കി ബൈക്കടാവുമ്മ ആവുമ്മ ദ്വാരം ഉത്തറക്കിട്ടുണ്ടോന്ന് ആലോചനാക്കുന്നീണ്. ആവുത്തിൽ പറക്കത്തുണ്ടാവട്ടെ ആലോചനാക്കുന്നീണ്. അള്ളാഹുടെ ഔലിയാക്കന്മാരെ സ്നേഹ ബൈക്കടെ പിരിസ ബൈക്കടെ പോലത്തെ ഒരു സന്നിധിയിൽ ഞങ്ങൾ ഉള്ളത്, ബദരികളെ സ്മരിക്കടെ പോലത്തെ സന്നിധിയിൽ ഞങ്ങൾ ഉള്ളത്. ഈ സന്ദർഭത്തിൽ ഞങ്ങൾ സമ്പൂർണ്ണമായിട്ടും അള്ളാഹുടെ ഔലിയാക്കന്മാർ ബദരിങ്ങളെ മദതും ഉണ്ടാവുന്നുണ്ട് കണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ പിരിസ ബൈക്കിട്ട് കണ്ടെങ്കിൽ അങ്ങ് കാട്ടിത്തെരുള്ള ഞങ്ങൾ സഞ്ചരിക്കും. കനിഷ്ഠ പക്ഷ ഉർവക്തി നിസ്കാരം കലാമായിട്ട് നിസ്കരിച്ചിട്ട് നിങ്ങൾ നോക്കിയുള്ള കുറെ ആൾമാരുള്ള ഉസ്താദ് ആ ദർഗത്തേക്ക് പോയാ ഈ ദർഗത്തേക്ക് പോയിട്ട് ആ തങ്ങളെ മുട്ട പോയിട്ട് ഈ ഉസ്താദിന്റെ മുട്ട പോയിട്ട് ഇസ്മയുടെ സൊറല്ല ആയിട്ട് ലാസ്റ്റ് പൊളയുടെ മുട്ട പോയിട്ട് നോക്കിയിട്ടായിട്ട് എന്തും പ്രയോജനമില്ല ഉസ്താദ്. പിന്നെ ലാസ്റ്റ് പിന്നാറി ഏതോ ഓർത്തുന്ന ഒരു മാട്ട മന്ത്രാക്കിട്ട് ഒരു പൊളയുന്ന അവന്റെ മുട്ട പോയിട്ട് അവൻ തെല്ലു സമാധാനം ഉണ്ട്. അത് കറക്റ്റ്. സെയിന്താനെ പിടിക്കിട്ടില്ല. സെയിന്താനെ ജോഡിയാ വിടത്. സെയിന്താനുക്ക് പിന്നെ സ്വാലിങ്ങൾ എങ്ങനെ ജോഡിയാ വിടത്. സെയിന്താനുക്ക് അതേപോലെ നല്ല മനുഷ്യന്മാരെ ഖുർആനോദന നിസ്കരിക്കണ എങ്ങനെ ജോഡിയാ വിടത്. അത് അതേ പിടിക്കട്ടെ. അവിടേക്ക് പോണത്രേ ഈമാനില്ലാണ്ട് ചാവനൊടുക്കണേ തെരുവുള്ളതേ. ഔലിയാക്കന്മാർ അങ്ങനെ ഇഷ്ടപ്പെട്ട സ്വാലിഹ്യങ്ങൾക്ക് അങ്ങനെ ഇഷ്ടം അങ്ങപ്പ കാട്ടി തന്നെ തരുള്ളൂ. അങ്ങനെ നിസ്കരിച്ചിട്ട് വലിയ ആയിരത്തിലപ്പ നബി റസൂല് ചെന്നെങ്കിൽ അങ്ങനെ നിസ്കരിച്ചിട്ട് നോമ്പിടിച്ചിട്ടും ഖുർആൻ ഓതിയിട്ട് നബി റസൂലായിട്ടല്ല. അങ്ങനെ നബിയും റസൂൽ ആയൽ പിന്നായിട്ട് ഇവിടെ ഇബാദത്തിന് ചെന്ന് ഈ ഉമ്മത്തേക്ക് അങ്ങോ ഇബാദത്തെടുത്തതും ഇബാദത്തെടുക്കും പഠിപ്പാട്ടി തന്നത്. ആ പുതിയ ശരീഅത്ത് നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്നത്. അതിനകത്ത് അങ്ങ് വടക്കത്തരത്തിൽ ഇന്നറിഞ്ഞിട്ടല്ല. അത് നിസേബേർ ആയിക്കൊന്ന് അയച്ചെന്നോണ്ടുള്ളേ നിസ്കരിക്കടെ എങ്ങനെയുണ്ട് പഠിപ്പാട്ടി തന്നെ. അങ്ങനെ നബി ആയൽപ്പി ഖുർആൻ അങ്ങനെ നബിയാൽ പിന്നെ വന്നു. വലിയ അങ്ങനല്ല. ഔലിയാക്കന്മാർ നബിമാരെ പോലെയല്ല. ഒരു വലിയ ഇബാദത്ത് എടുത്തിട്ട് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതിട്ട് ദിക്ർ ചെന്നിട്ട് തസ്ബീഹ് ചെന്നിട്ട് ചെറിയ വയസ്സിലെ തപ്പാക്കാണ്ട് ഇതിനെ തപ്പാക്കിട്ട് ഇന്നെങ്ങും സമയത്ത് തൗബാക്കിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ തൗബാക്കിട്ട് ഇബാദത്തിൽ മുങ്ങിക്കുളിച്ചിട്ട് ഖൽബുൽ അള്ളാഹു ചെണ്ട ചിന്ത മാത്രം വന്നിട്ടായിട്ട് ആ ഉന്നത പദവിക്ക് അങ്ങ് വന്നത്. അതുകൊണ്ടിട്ട് അള്ളാഹുടെ അമ്പിയാക്കന്മാർ കേട്ടതുപോലെ റബ്ബ് കൊടുക്കാണ്ട് കണ്ടെങ്കിൽ ഔലിയാക്കന്മാർ കേട്ടതുപോലെ അള്ളാഹു കൊടുക്കാണ്ടിരിക്കില്ല. അള്ളാഹുടെ അമ്പിയാക്കന്മാർ ഞങ്ങളെ സ്വഹാബത്തങ്ങളെ പിരിസവിച്ചതുപോലെ ഔലിയാക്കന്മാർ ഞങ്ങളെ ഇഷ്ടപ്പെട്ടങ്ങളെയും അങ്ങും ഇഷ്ടപ്പെട്ടത്. അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അങ്ങനെ തെരുവിൽ ഞങ്ങൾ സഞ്ചരിക്കലോട് കൂടെ ഞങ്ങൾക്ക് വേണായതിന് തെരുവ് അങ്ങ് കാട്ടി തണ്ടാറ്. ഏത് രോഗത്തിനും ശമനം കിട്ടുക വേണമായിട്ട് അള്ളാഹുടെ വലിയ മയ്യനക്ക്
അല്ലാഹു സുബ്ഹാനഹു വ തആല നേരെ നമുക്ക് തന്നില്ലെങ്കിലും ഒരു വലിയുടെ ബർക്കത്ത് കൊണ്ട് ആ വലിയുടെ സ്നേഹിക്കുന്നത് കൊണ്ട് അല്ലാഹു നമുക്ക് തരൂ. എന്തേ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാട്ടി തന്ന ഒരു തെരുവായിട്ടികള് അല്ലാഹുടെ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ അതുകൊണ്ട് തവസ്സുൽ ഇസ്തിഗാസ ചെയ്യേണ്ട ഒരു തെരു അല്ലാഹുടെ മുട്ട ബന്ധപ്പെടകൂ, അല്ലാഹുടെ തെരിയകൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മനസ്സിലാക്കൂ, അല്ലാഹുടെ മേൽ മുഹബ്ബത്ത് പറകൂ, പടച്ചറബിനെ പേടിക്കുക വേണമായിട്ട് അല്ലാഹുടെ ഔലിയാക്കന്മാർ ഒരു തെരുവായിട്ട് കിടറും. അങ്ങ് കറാമത്ത് കാട്ടുന്നത് വേണമായിട്ട് ഈ ദീനയുടെ ശക്തിപ്പെടുത്തുക വേണമായിട്ട് നിന്റെ കേവല സമസ്യ പരിഹാരാക്കുക വേണമായിട്ട് മാത്രമല്ല അങ്ങ് നിന്റെ രോഗസുമറാക്കുന്നതും നിന്റെ ദാരിദ്ര്യം ഇല്ലാണ്ടാക്കുന്നതും നിന്റെ കഷ്ടപ്പാടില്ലാണ്ടാക്കുന്നതും നീನು റബ്ബുടെ മുട്ട പിന്നെയും മുട്ട വിശ്വാസം നിനക്ക് നമ്പിക്ക നിന്റെ ഗട്ടി പറകുക വേണമായിട്ട് നീ റബ്ബുക്ക് വേണമായിട്ട് പിന്നെയും സറണ്ടർ ആവുക വേണമായിട്ട് അങ്ങ് കറാമത്ത് കാട്ടുന്നത് പടച്ചറബിടെ ദീനയുടെ ശക്തിപ്പെടുത്തുക വേണമായിട്ട് അതെല്ലാം നമ്മളെ കൽബുടെ ഉണ്ടാവണം. ആ ഔലിയാക്കന്മാരെ സന്ദർശിക്കുമ്പോൾ അങ്ങ് ഇഷ്ടപ്പെട്ട സ്വറാക്കിട്ട് പറഞ്ഞത് അങ്ങ് നിസ്കരിക്കാണ്ട് സുബി സമയത്ത് നിസ്കരിക്കാണ്ട് സിയാറത്ത് ബന്ധപ്പെട്ട് കണ്ടെങ്കിൽ സിയാറത്താക്കിയതിനെ കൂലി കിട്ടുണ്ടല്ലാണ്ട് അത്ര വേഗം അങ്ങ് തിരിഞ്ഞു നോക്കല. എന്തേ നിസ്കരിക്കാത്തങ്ങളെ സ്വാലിഹ്യങ്ങൾക്ക് ഇഷ്ടയിക്കില്ല, നോമ്പ് പിടിക്കാത്തങ്ങളെ സ്വാലിഹ്യങ്ങൾക്ക് ഇഷ്ടയിക്കില്ല, കള്ള് കുടിക്കിടങ്ങും വ്യഭിചരിക്കടവും ഗാഞ്ചത്തെ പറകൾ പോണ്ടെങ്കിൽ സ്വാലിഹ്യങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങ് തീരത്തങ്ങ് മങ്ങളെ മുട്ട ബന്ധങ്ങളെ തിതുപടിയാക്കൂ പിന്നെ നോക്കിട അത് വിഷയ വേറെ ആയങ്ക ഞങ്ങൾക്ക് ഉത്തര കിട്ടില്ലാണ്ടാകുമ്പോ ഞങ്ങൾ ജാഗ്രത കൊണ്ട് ഞങ്ങളുടെ തകരാറുണ്ട്. ഞങ്ങൾക്ക് ഉത്തര കിട്ടാണ്ടിക്കോക്കും അല്ലാഹുടെ ഔലിയാക്കന്മാരെ സന്നിധി വന്നിട്ട് തവസ്സുലും ഇസ്തിഗാസയുടെ ദ്വാരം ഉത്തര കിട്ടിയില്ലെങ്കിൽ തകരാർ അവിടെ ഔലിയാക്കന്മാരിലല്ല, അവിടെ നിന്ന് സിയാറത്തിനോട് മജ്ലിസുനൂറിലല്ല, ബദലുക ഞങ്ങളിൽ എന്തോ തകരാറുണ്ട്, എന്തോ ഞങ്ങൾ വൈറസ് ഉണ്ട്, അത് ക്ലീൻ ആയിട്ട് പോണു. അപ്പൊ എന്താക്കണോ ഓർക്കല്ല ഇതുപോലത്തെ ബേൽപാടി മഖാമു ശരീഫ് നിരന്തര പണ്ട പോലോത്തെ നിരന്തര സമ്പർക്ക പീക്കടത് പോലെ പെഞ്ഞി മക്കളിൽ നിരന്തര പിളിച്ച പണ്ടതുപോലെ എന്ത് കാര്യക്രമം നടക്കുമ്പോഴത്തും ആ സന്നിധിക പണ്ടതുപോലെ ആ ഔലിയാക്കന്മാരെ നിരന്തര സമ്പർക്ക പീക്കട സന്ദർഭത്തില് പർവ്വത പോലത്തെ സമസ്യയും മഞ്ഞ് പോലെ തന്നെ പോലെ ഒഴുകിയോണ്ട് പോണ്ടു മെല്ലെ ആയിട്ട് ഞങ്ങളെ ഈമാന് പോലെ ഞങ്ങളെ വിശ്വാസ പ്രകാരം ഞങ്ങളെ നീയത്ത് പ്രകാരം മെല്ലെ ഒഴുകിയോണ്ട് പോണ്ടു. ഒരു നാളല്ലെങ്കിൽ ഒരു നാൾ അല്ലാഹുടെ ഔലിയാക്കന്മാർ ഞങ്ങളെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട വെക്കുകൊണ്ട് കണ്ടെ ഞങ്ങളെ കൈപിടില്ലവങ്ങ, ഞങ്ങളെ കൈപിടുற ക്രമയില്ല. ഞങ്ങൾ എപ്പോഴും ഞങ്ങളെ മേളിൽ ആ വിശ്വാസം വേണം. ഒരുക്ക പോയത് ഒരു ഫാത്തിയാവതിൽ എറിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് കുറെല്ലാം സിയാറത്ത് വേണ്ടേ ഫാത്തി ഓതിട്ട് എറിഞ്ഞു വേണ്ടേ ഫാത്തിയത്തെ ഹിന്ദുവാത്തി എറിഞ്ഞു വേണ്ടേ ആയങ്ങ സിക്കിതര മക്കളെ പുള്ളിയാ ചെന്നിട്ട് ഈ മാങ്ങട മത്തക്ക് കല്ലെറിഞ്ഞ പോലെ കുറെ സിയാറത്തേക്ക് വേണ്ടേ പൂനെങ്ങ് പൂന്ത് പോയെങ്കിൽ ഒരു കള്ള് പൊട്ട പറ അങ്ങനെ കിട്ടിയെങ്കിൽ ഒരു പോയെങ്കിൽ ഒരു ഫാത്തിയ പൊട്ട പറ കിട്ടിയെങ്കിൽ വലിയത് കിട്ടിത്തല്ല. അങ്ങനല്ല വേണായത് ഞങ്ങൾക്ക് ദുനിയാവിലും കിട്ടിയിലും തൊന്നില്ല ആഹ്റത്തെങ്കിലും കിട്ടുമല്ല റബ്ബെ. ഞങ്ങൾക്ക് വേണട്ട ആ മരിച്ചു കിടക്കുന്ന ഔലിയാക്കന്മാരെ മൊഹബത്ത് നിങ്ങൾക്ക് വേണായത്, ആ മജ്ലിസുന്നൂറുടെ ബദരിങ്ങളെ മൊഹബത്ത് നിങ്ങൾക്ക് വേണായത്. ഞങ്ങളെ മൊഹബത്ത് ബേക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് തെരിയാത്തത് ചുമ ഞങ്ങൾക്ക് തെരിയാത്ത ഭാഗത്തിൽ ഞങ്ങളെ സമസ്യ പരിഹാരം ആയിക്കൊണ്ടിരിക്കട. ഇതെല്ലാം ചുരന്ത ഉദാഹരണം അസ്റഫ് ധാരാളം ചെന്ന് അസ്ലഫ് ഉസ്താദ് മാത്രമല്ല ചുമ്മാൽമാരോട് നിരന്തര സിയാറത്തേക്ക് ബണ്ടങ്ങളെ സാധാരണ കറാമത്ത് ഞങ്ങളെ ജീവിതത്തിൽ അനുഭവിച്ച സന്തോളവും ഞങ്ങളെ കൂട്ടു വർഷഘട്ടത്തിൽ അങ്ങ് വന്നുകൊണ്ടിരുന്ന ദുഃഖപ്പാടും കഷ്ടപ്പാടും അത് മഞ്ഞ് പോലെ ഇല്ലാണ്ട് ഞങ്ങളെ സമസ്യ പരിഹാരമായത് എത്രമോ ഞങ്ങളെ ചുറ്റുഭാഗത്തിലായ താൽമാർ ചെന്നോണ്ടിക്കിടർ എപ്പോഴും നാണ് ആശപിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നുകൂടെ എത്തോന്ന് ചെന്നിട്ടു ആ രൂപത്തിൽ അൽഹംദുലില്ലാ പിരിസത്തെ മുസ്ലിമിങ്ങളെ ചിന്തനക്കുന്ന നല്ല കറാമത്തുള്ളൊരു പ്രദേശ കറാമത്തുള്ളൊരു മജ്ലിസും അല്ലാഹുവിന്റെ കറാമത്ത് ഞങ്ങളെ കണ്ണിൽ ദർശിക്കുന്ന സൗഭാഗ്യം ഞങ്ങൾക്ക് താത്തമ്പുരാനെ യന്ത്ര മനസ്സിൽ വേരിച്ചിട്ടുള്ള അമ്മ അതെല്ലാം പൂർത്തിയായിട്ട് റാഹത്തിൽ ദുഃഖത്തിൽ ബേജാറിലൂടെ തെച്ചങ്ങിക്കുവറ് കഷ്ടത്തിൽ തെച്ചങ്ങ ഉള്ളറ് കടത്തിലും ദാരിദ്ര്യത്തിലും തെച്ചങ്ങ ഉള്ളറ് അതേപോലെ രോഗത്തിൽ തെച്ചങ്ങ ഉള്ളറ് നടക്കുക തീരാത്തങ്ങ വന്ന് തെച്ചങ്ങ ഉള്ളറ് എന്തെല്ലാം സമസ്യത്തെ വിഷയത്തിൽ തെച്ചങ്ങ ഉള്ളറ്. അല്ലാഹുവേ ആ ആളുമാർ പ്രതിവർത്തം ഒരു സമസ്യ ഇല്ലാണ്ട് സന്തോളത്തിൽ ഇന്നും വന്ന് ദയിക്കണ പോലത്തെ ആ തെരു നിന്റെ ഔലിയാക്കന്മാരെ കൊണ്ട് ഞങ്ങൾക്ക് കാട്ടിക്കൊടുക്കൂ തമ്പുരാനെ. ഞങ്ങൾക്ക് ദ്വാര കാപ്പനാ ചെന്നോട്ടുള്ളത് തിരുസത്ത മുഅ്മിനീങ്ങളെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്നില്ലേ സ്വന്തം പെഞ്ഞയും മക്കളെയും ബാപ്പയും ഉമ്മയും ചേരിട്ട് മോണായുണ്ട് മാപ്പിളായുണ്ട് ബാപ്പായുണ്ട് നിരക്കത്ത് കേടത്തോറ് ചെന്നിട്ട് എന്തുകൊണ്ടിട്ട് പെഞ്ഞയും മക്കളെ അതിയാസി ആയിട്ട് കിടയുണ്ട് ആളുമാറെ ബടക്കാക്കിടത് ഞങ്ങളെ പെഞ്ഞിമാർക്ക് ഞങ്ങളെ മക്കൾക്ക് എന്ത് കൊമ്പെന്ന് കൊടുത്തെങ്കും മയ്യാവില്ല ഇന്നതിൽ തൃപ്തിപ്പെട്ട സ്വഭാവമില്ല ഞങ്ങളെ കൊസിപ്പെടുത്തുക വേണമായിട്ട് എന്തെല്ല കള്ളത്തനയും വഞ്ചനയും വട്ടി വ്യവഹാരം ആക്കിടാളുമാർ ഇതെല്ലാം ചിന്തനാക്കിട് അത്ര അതുകൊണ്ടിട്ട് അവിടെ സ്വറമാ മക്കളെ ബായിക മക്കളെ ഭയത്തേക്ക് ഒരു നേരത്തെ ഹറാമ്യത്ത് നീ തിണ്ടിട്ടേണ്ട് കണ്ടെങ്കിൽ മനുഷ്യരെ ബഡ്ഡിടതാ പടച്ചറബ് പൊരുത്തപ്പെടാത്ത രൂപത്തിൽ നിന്ന് എന്തെങ്കിലും ആദായത്തെ മുഖാന്തരമാ നിന്റെ പെഞ്ഞിമക്കൾ നീ ബൽക്കിയത് കണ്ടെങ്കിൽ കാണ്ടില്ല അല്ലാ മരിക്കൊകുബൂളുടെ സന്ദർഭത്തിൽ ഉമ്മ വേണ്ട വയസ്സായ സന്ദർഭത്തിൽ ബാപ്പ വേണ്ട
മക്കളെ കുമ്പോടി അങ്ങനെ വൃദ്ധാശ്രമത്തിൽ എറിയട്ട് തമ്പുരാനേ.